الرجيم أعوذ بالله من الشيطان الرجيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين وهذا أوان الشروع في مقصود الكتاب കിതാബിൻ്റെ മുഖ്യ ലക്ഷ്യം എന്താണ് നിർമ്മിക്കാൻ അതിൻ്റെ മഖ്സൂദിലേക്കുള്ള പ്രവേശനത്തിൻ്റെ സമയമായി. എന്താ മഖ്സൂദ്? എന്താണ് സലഫു സാലിഹ്യങ്ങളുടെ തരീഖത്ത്? കുറെ ചെല്ലലും പാടലും, പിന്നെ കുറെ ഗൈബത്തും നമീമത്തും പറയലും, അതിൽ കൂടാത്ത ആളാ ഷക്കിയ എന്ന് പറയലും, ഇതൊക്കെയാണ് ഇന്ന് നടക്കുന്ന മാതിരിയാണോ? ഇന്ന് നടക്കുന്ന കുറേ തരീഖത്തുണ്ട്. അവർക്ക് ഇഷ്ടമില്ലാത്ത ആളെല്ലാം പറയലാണ്. തെറ്റിപ്പോയി ഇപ്പം പണ്ടേ നരകത്തിൻ്റെ വക്കത്താണ്. ഇനിയിപ്പോൾ ഒരു ഒന്നും കൂടെ കിട്ടിയപ്പം വീണു. കാര്യം പോക്കാം. ഇതൊന്നും അല്ല തരീഖത്ത്. ആ മഖ്സൂദ് വിവരിക്കാൻ. പക്ഷെ മൂപ്പറ പാരമ്പര്യം എന്തായി? ആലിമാ നബിയാദിൻ്റെ പേര് അത് പറഞ്ഞു. ആ വിഷയത്തിൽ എല്ലാ തരീഖത്തും ഇത്തിഫാഖാണ്. ആർക്കും ഇതിൽ ഖിലാഫില്ല. അല്ലാണ്ട് ഇന്നാളുടേത് മറ്റൊന്ന്, ഇന്നാളെ വേറെ ഒന്നും, അങ്ങനൊന്നുമില്ല. സായിലൻ മിനൽ മൗലാ സുബ്ഹാനഹു വ തആലയുടെ വക്കൽ നിന്ന് ഞാൻ ചോദിക്കുന്നു അൽ ഹിദായത വത്തൗഫീഖ ലിസ്സവാബ്. അർത്ഥം കിട്ടുമല്ല. ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഇലൈഹി മആബ്. അത് തന്നെ പറയാം, മുമ്പ് ആവർത്തിച്ചിട്ടുണ്ട്. അതന്നെ ഒന്നും കൂടി എടുത്തു നോക്കിയത്. വനബ്തദിഉ അവ്വലൻ ബിഇറാദി കലാമിൽ ഹബീബി ഐദറൂസ് ബിൻ ഉമർ അൽ ഹബശി റളിയല്ലാഹു അൻഹു. മൂപ്പരുടെ കലാമ ഞാൻ ഒന്നും കൂടി ഇവിടെ ആവർത്തിച്ചിട്ട് പറഞ്ഞാന്ന് പറഞ്ഞു. അത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്ത്? ഇൻദ കുല്ലി ഖസലത്തിൻ മിനൽ ഖിസാലിൽ ഖംസിൽ മുതഖദ്ദിമത്തിൽ ലത്തി ഹസാസു തരീഖത്തി സാദത്തിൽ അലവിയ്യ. അലവി സാദാത്യങ്ങളുടെ തരീഖത്തിൻ്റെ അടിക്കല്ലുണ്ടല്ലോ, അതിൻ്റെ തറ. ആ തറയെ സംബന്ധിച്ച് 3-5 കലിമത്ത് പറഞ്ഞിട്ടുണ്ട്. എന്തെല്ലാം പറഞ്ഞത്? 1 ഇൽമ്, 2 അമല്, 3 ബറഅ്, മറ്റൊന്ന് ഖശിയത്ത്, പിന്നെ ഇഖ്ലാസ്. ഇതെല്ലാവരും അംഗീകരിച്ചത് തന്നെയാണ്. ഇവർക്ക് മാത്രം ഒന്നല്ല പറയുന്നത്. ഇതായിരിക്കും ഖിലാഫില്ല, മുജ്മഅൻ അലൈഹി. അതുണ്ടാക്കും. അത് ആദ്യം എടുത്തു നോക്കും. എടുത്ത് വെച്ചിട്ട് സുമ്മ നദ്കുറു ബഅദഹു ശവാഹിദുൽ ആയാത്തുൽ ഖുർആനിയ. ആ പറഞ്ഞതിൻ്റെ തെളിവായിക്കൊണ്ട് ഖുർആനിയായ ആയാത്തുകളെ സാക്ഷ്യം ഞാൻ കൊണ്ടുവരും. വൽ അഹാദീസിൻ നബവിയ്യത്തും കൊണ്ടുവരും. വൽ ആസാരി സലഫിയ, സലഫു സാലിഹ്യങ്ങൾ ആസാർ എന്നല്ലാണ്ട് ഇപ്പോഴത്തെ സലഫിയല്ല. വൽ ഫവായിദ് സനിയ, മറ്റു കുറേ ഫവായിദുകളും പറയും. ഓരോന്നും അതിനാണ് എന്താ അൽ ഹാലത്തുൽ ഊലേതാണ് അൽ ഇൽമ. നമുക്ക് മുഖദ്ദിമ. അപ്പോൾ ഒരാദ്യം മുഖദ്ദിമ പറഞ്ഞ് പരിചയപ്പെടുത്തും. അതാ അൽഹംദുലില്ലാഹിൽ ഫത്താഹിൽ അലീം അല്ലദീ അർസദ മൻ ഇസ്തഫാഹു മിൻ ഇബാദിഹി ലിത്തഅല്ലുമി വത്തഅലീം. ഫത്താഹുൻ അലീമായ അല്ലാഹുവിൻ്റെ സർവസ്തുതിയും അല്ലേ. ഈ ഫത്താഹുൻ അലീമായ അല്ലാഹ് എന്താ ചെയ്തത്? അവൻ്റെ അടിമകളിൽ നിന്ന് അവൻ തെരഞ്ഞെടുത്ത ആളുകളെ വഴികാട്ടി തഅല്ലുമിനും തഅലീമിനും വേണ്ടി വഴികാട്ടിയിരിക്കുന്നു. അല്ലാണ്ട് കട്ടൻ ചായയും പൂള പൊയ്യൊന്നും നിലനില്ല. ഇന്ന് നമ്മളെ തരീഖത്തിൻ്റെ യോഗം എന്താ? കട്ടൻ ചായയും പൂളയും. തെല്ലുമായി മാറിപ്പോയി. തഅല്ലുമ തഅലീമിന് തൗഫീഖ് ചെയ്തു എന്നാ പറയുന്നത്. അത് ഫത്ഹുൽ മുഈനും പറഞ്ഞ അങ്ങനെയല്ലേ. തുടക്കത്തിൽ എന്താണ്? അൽഹംദുലില്ലാഹ് ഫതഹ തുടങ്ങിയിട്ട് ഫത്ഹുൽ മുഈൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ ഉദ്ദേശിച്ചാൽ എന്താകും? തഅല്ലുമ തഅലീമിൻ്റെ വാതിൽ തുറന്നു കൊടുത്തു എന്നല്ലേ പറഞ്ഞു വെച്ചത്. ഇനി വജഅലൽ ഇൽമ സബബൻ നജാതി വൽ ഫൗസി ബിസ്സുൽഫാ ഇൻദൽ മലിക്കിൽ അലീം. മലിക്കുൻ അലീമായ അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നതമായ പദവി കിട്ടാനും നരകത്തിൽ നിന്നും അള്ളാഹുവിൻ്റെ സുഖത്തിൽ നിന്നും രക്ഷപ്പെടാനുമുള്ള സബബാക്കി മാറ്റിയിരിക്കുന്നു അൽ ഇൽമിനെ. അൽ ഇൽമിൻ്റെ അലിഫിലാമിൻ്റെ മാന പ്രത്യേകം പറയും.
എല്ലാ ഇൽമൊന്നല്ല, എല്ലാ ഇൽമ എല്ലാവർക്കും പഠിക്കാനും കഴിയൂല. സുമ്മ അൽബസൽ ആമിലീന, എന്നിട്ടോ ഇൽമ കിട്ടിയ പിന്നെ അമലല്ലേ, ആമിലീങ്ങൾക്ക് അല്ലാഹു തആല ധരിപ്പിച്ചു ബിഹി, ആ ഇൽമ കൊണ്ട് അമൽ ചെയ്യുന്നവർക്ക് ഖിലഅൽ ജലാലി വത്തക്രീം, ജലാലിൻ്റെയും തക്രീമിൻ്റെയും വസ്ത്രങ്ങൾ അല്ലാഹു തആല അണിയിപ്പിച്ചിരിക്കുന്നു. വജഅലഹും, ആമിലീങ്ങളെ അല്ലാഹു തആലാക്കി മസാബീഹ, വിളക്കുകളാക്കി മാറ്റിയിരിക്കുന്നു. യഹ്തദീ ബിഹിമുൽ അനാം, മറ്റു ജനങ്ങളും അതുകൊണ്ടാണ് ഹിദായത്ത് സിദ്ധിക്കുന്നത്. അല്ലേ? വതൻകശിഉ ബിഹിം ദുജുനാത്തിൽ ദലാം, ഇരുട്ടുകളാകുന്ന ഈ ദലാമിൻ്റെ കട്ട പിടിച്ച് ഇരുട്ടുണ്ടല്ലോ, ആ ഇരുട്ടെല്ലാം ഇവിടെ എന്താക്കും, നീങ്ങിപ്പോയിട്ട് വെളിച്ചം കിട്ട് വരും. യദ്ഉന ഇലാ സബീലിൽ ഗഫൂരിർ റഹീമായ അല്ലാഹുവിൻ്റെ സബീലിലേക്ക് അവർ ജനങ്ങളെ ക്ഷണിക്കും. അപ്പോൾ അമ്പിയാക്കൾ ചെയ്യുന്ന ഡ്യൂട്ടി എന്താണോ ആ ഡ്യൂട്ടിക്ക് അവരെ നിർത്തും. ഇതന്നെ ചുരുക്കത്തിൽ. വസ്സലാത്തു വസ്സലാമു, അള്ളാഹുവിൻ്റെ സലാത്തും സലാമും അലാമൻ, ഒരു നബിയുടെ പേരിലുണ്ടാവട്ടെ. ഒരുത്തൻ എന്ന് പറയാൻ പാടില്ല. ഈ മണ്ണ് കൊണ്ട് ആരെ ഉദ്ദേശിക്കുന്നത്? ഒന്നല്ലാണ്ടാണ് ഒരുത്തൻ, അത് ശരിയല്ല. അർസലഹുല്ലാഹു ഹാദിയൻ ഇല സിറാത്തിൽ മുസ്തഖീമിലേക്ക് ഹാദിയായി കൊണ്ട് അല്ലാഹു തആല അയച്ച, റസൂലാക്കി അയച്ച ആരാണോ അവരുടെ മേൽ. വഅലാ ആലിഹി വസഹബിഹിൽ ഫായിസീന മിൻ സുഹബത്തിഹി വത്തിബാഇഹി ബിൽ മഖാമിൽ അലീം, തങ്ങളുടെ സുഹബത്ത് കൊണ്ടും ഇത്തിബായ് കൊണ്ടും മഖാമുൻ അലീം കൊണ്ട് കരസ്ഥമാക്കി വിജയിച്ചവരാണ് ആരും അസ്ഹാബിമാർ റളിയല്ലാഹു അൻഹു. അമ്മാ ബഅദു, അതാ ഇമാമിൻ്റെ കലാം ഉദ്ധരിക്കുമെന്ന് പറഞ്ഞല്ലോ. ഖാല സയ്യിദുൽ ഇമാമുൽ അരിഫ ബില്ലാഹി ഐദറൂസ് ബിൻ ഉമർ ബിൻ ഐദറൂസിൽ ഹബശി റഹിമഹുല്ലാഹ്, ഇഖ്തുൽ ജവാഖിദ് പറഞ്ഞത് മൂപ്പറ ചരിത്രനാഥൻ പറഞ്ഞതുകൊണ്ടാണ് ഇനി ആവർത്തിക്കില്ല എന്ന് പറഞ്ഞത്. ഏറിയും കാണുന്നില്ലെങ്കിൽ മുമ്പ് ആവർത്തിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായിക്കൊണ്ടെന്നാണ് പറഞ്ഞത്. അൽ ഹാലത്തുൽ ഹൂല, ഒന്നാമത്തെ ഹാലത്ത് മിനൽ ഹാലാത്തിൽ ഖംസിൽ മുതഖദ്ദിമി ദിക്റുഹ, എന്താണ്? അൽ ഇൽമു, കേട്ടാ, അൽ ഇൽമ്. ആ അല്ല് അലിഫ്ലാം എന്താണ്? അൽ മഅഹൂദു ശറഅൻ, ശറഇൽ അഹദ് ചെയ്യപ്പെട്ട അൽ ഇൽമ. അപ്പോൾ അലിഫ്ലാം ഏതാണ്? ഇസ്തിഖ്റാഖല്ല. ഇസ്തിഖ്റാഖായാൽ എന്തെല്ലോ ഇൽമു ലോകത്തുണ്ട്, എല്ലാവർക്കും പഠിക്കാനൊന്നും അത് കഴിയൂല, എല്ലാം നല്ലതായിക്കൊള്ളൊന്നുമില്ല. എന്തുകൊണ്ട്? ഇൽമിൻ ലാ യൻഫഉ ഉണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി ഫളായില് പറഞ്ഞ ഒരു ഇൽമുണ്ട്, തെരലാന്ന് പറഞ്ഞിട്ട് കാബലിനെ തേടിയ ഇൽമുണ്ട്. അപ്പോൾ ഇസ്തിഖ്റാഖാക്കി അങ്ങനെ കുഴപ്പമില്ല, എല്ലാം എടുക്കുന്നീയും എടുക്കാത്ത എല്ലാം പൊട്ടടിയും അല്ലേ. മറ്റൊന്ന് ഇൽമിൻ്റെ വെറും ജിൻസ് എന്ന് പറയാം, ജിൻസിൻ്റെ അൽഫിലാണ്. അപ്പോൾ എന്ത് ഇൽമ പഠിച്ചാലും മതി, മണ്ണാങ്കട്ട പഠിച്ചാലും മതി. അപ്പോൾ ശറയിൽ അതിന് വിലയുണ്ടോ? അപ്പം അല്ലെന്താക്കണം? അഹിദാക്കണം. അഹിദ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹുവിന്റെ ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട്. വഅല്ലിമുഹും ഇന്നമാ ബുഇസ്തു മുഅല്ലിമൻ, ഞാൻ മുഅല്ലിമായിട്ടാണ്. അപ്പോൾ അല്ലാഹു തആല അറിയിച്ചു കൊടുക്കുകയും ജനങ്ങളെന്താക്കുക മുതഅല്ലിമീങ്ങളായിക്കൊണ്ട് തങ്ങൾ പഠിപ്പിക്കുകയും ചെയ്ത് എന്തെല്ലുണ്ടോ അതെല്ലാണ് അൽ. അപ്പം നമുക്ക് തൽക്കുന്നേ ഒന്നുകൂടെ കെട്ടിച്ച് നോക്കിയാലോ. കിതാബ വൽ ഹിക്മത്ത എന്ന് പറഞ്ഞു, യുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത്ത, രണ്ടെണ്ണത്തിലേക്ക് ചുരുക്കാം. അൽ കിതാബിനെയും അൽ ഹിക്മത്തിനെയും പഠിപ്പിക്കുന്നതായി പാഠ്യ വിഷയം. ഇനി ഒന്നുകൂടെ കെട്ടിച്ച് നോക്കിയട്ടെ, എന്താ കിട്ടുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ കലാമിനെ പറ്റി ഖുർആനെ പറ്റി പഠിപ്പിച്ചിട്ടുണ്ട്. ഖുർആൻ ഓതാനും പഠിപ്പിച്ചിട്ടുണ്ട്, അതിൻ്റെ അർത്ഥവും പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം എന്താ, ഈ തജ്വീദും പഠിപ്പിച്ചിട്ടുണ്ട്, തഫ്സീലും പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ അതിൻ്റെ വ്യാഖ്യാനമായ ഹദീസുകളെയും പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം അന്ന് ഫിഖ്ഹിൻ്റെ കിതാബ് ഇന്നത് ഫത്തുൽ മൊയ്ന് അന്നില്ല, മഹലിൻ്റെ കിതാബൊന്നുമില്ല. ഫിഖ് അതിൽ നിന്ന് പഠിക്കലാണ്. അപ്പം ഫിഖ് പഠിപ്പിച്ചിട്ടുണ്ട്, എന്നെങ്കിലേ അമാല് സഹിയാവുള്ളൂ. അതുപോലെ തന്നെ ബാത്തിലാകുന്ന കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്, അക്കായിദും പഠിപ്പിച്ചിട്ടുണ്ട്, മുൻകഴിഞ്ഞ പ്രധാനപ്പെട്ട താരീഖുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ താരീഖ്, അതുപോലെ ഓരോ അമ്പിയാക്കൾ എല്ലാവരും പഠിപ്പിക്കേണ്ട നമുക്ക് ഉപകാരപ്രദമായ സാമ്പിൾ കിട്ടിയാലും മതിയല്ലോ. പിന്നെ സ്വഭാവം നന്നാക്കാൻ ആവശ്യമായ ഇൽമ പഠിപ്പിച്ചിട്ടുണ്ട്, അതല്ലേ. അപ്പം ഇന്നത്തെ പദ്ധതിയിലേക്ക് നോക്കിയാലോ, തജ്വീദ്, തഫ്സീർ, പിന്നെ ഇൽമുൽ ഉസൂൽ വിടും, അതുപോലെ അഹാദീസുകൾ വിടും,
പിന്നെ ഫിഖ് പെടും, അഖീദ പെടും, തസവുഫ് പെടും, ഇങ്ങനെ കുറേ 5-10 അതിനാവശ്യമായ ആലാത്തുകളും വേണം. അല്ലെങ്കിൽ എന്താക്കും, ഈ താക്കോൽ തുറക്കാൻ കിട്ടൂല. അറമ്മള്ളിലേക്ക് ഇൽമുണ്ടാവില്ല. താക്കോല് പോയാൽ പിന്നെ തുറന്നിട്ട് എടുക്കാൻ കിട്ടൂല. അത്യാവശ്യം. പിന്നെ അവർക്ക് സഹാബത്ത് തന്നെ അതിൽ അറിയുന്ന ആളായതുകൊണ്ട് വേണമെന്നും വെക്കണ്ട. അതാണ് അത് മുപ്പത്തി ബഹുവ തഫ്സീറു വൽ ഹദീസു വൽ ഫിഖ്ഹു വആലാതുഹാ എന്ന് ചുരുക്കി. അപ്പൊ അൽ ഇൽമാണ്. ഇനി ഫളായില് പറയുന്ന എന്തെല്ലാം ഫളായിലുകളുണ്ടോ ഇൽമിനും ഇൽമിൻ അഹ്ലുകാർക്കും ഈ പഠിച്ച ആളുകൾക്കാണ്. ഇന്നലെ മൈബദ് യോധീന് ഞാൻ വലിയ മൊയ്ലാറായെന്ന് തന്നെ നടത്താൻ പറ്റൂല. അതാ പറഞ്ഞ ഇരു വീട്ടിലും എല്ലാ വിജയത്തിന്റെയും അസല് അൽ ഇൽമാകുന്നു. കേട്ടാ, ഇത് കാരണം അഅ്ലമുല്ലശിയായി റുതുബത്തൻ ഫീ ഹഖിൽ ആദമിയ്യി. അതിന് ഇല്ലത്താ പറയുന്നത്. ഇതൊരു ദഅബയാണ്. ഇത് അസ്ലു സആദാതി ഫിദ് ദുനിയ വൽ ആഖിറ ഇൽമാണെന്ന് ഒരു ദഅബ. അതിന് ദലീൽ കൊടുക്കണ്ടേ? ഇത് അഅ്ലമുല്ലശിയായി റുതുബത്തൻ ഫീ ഹഖിൽ ആദമിയ്യി അസ്സആദത്തുൽ അബദിയ്യത്തുൽ ഉഖറവിയ്യ. പാരത്രിക ജീവിതത്തിൽ കാലകാലം ലഭിക്കേണ്ടുന്ന സആദത്താണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യം. അതാണ് ഏറ്റവും വലുത്. അതിനാക്കാണ് ഇതിന്റെ വൻ നളുറില വജിഹില്ലാഹിൽ കരീം, അള്ളാഹുവിന്റെ വജഹിലേക്ക് അവന്റെ ലിഖാഹ് കാണലും വമുജാവറത്തുഹു ഫീ ജന്നാത്തുൻ നഈമിൽ അള്ളാഹുമായി സഹവസിക്കൽ. അതിന്റെ ഹക്കനുസരിച്ചുണ്ടാവും. അല്ലാണ്ട് അന്നത് സീറ്റപ്പറയുന്ന നടക്കൊക്കെ സിനിമ കാണുന്നത് അത് ഭക്ഷണമാണ്. ഇങ്ങനെ ഞാൻ വേന ആക്കിയതല്ല. അപ്പൊ അഷിയാക്കളെ കൂട്ടത്തിൽ അഫ്ദലേതായി മാഹു വസീലത്തുൽ ഇലൈഹ, ഈ പറഞ്ഞതിലേക്ക് വസീലയാകാൻ പറ്റുന്ന സാധനം കാണും. അത് വലാ യുതവസ്സലു ഇലാ ദാലിക ഇല്ലാ ബിൽ ഇൽമി വൽ അമൽ, അൽ ഇൽമു കൊണ്ടും അൽ അമൽ കൊണ്ടും അല്ലാതെ അതിലേക്ക് എത്തൂല. വലാ യുതവസ്സലു ഇലൽ അമലി, അമലിലേക്ക് എത്തൂല ഇല്ലാ ബിൽ ഇൽമി, ഇൽമു കൊണ്ടല്ലാതെ. എന്തുകൊണ്ട് ഇൽമ്? ബികൈഫിയത്തുൽ അമൽ, അമലിന്റെ കൈഫിയത്ത് കൊണ്ട്. അല്ലെങ്കിൽ എന്താക്കും, എന്തെല്ലാം കാട്ടിക്കൂട്ടും. എന്താ കാട്ടിയ? ഞാൻ ഏറ്റവും ഓർപ്പിച്ചത് തന്നെയാ. ഇയാളുടെ ഒരു ദിവസം 300 റക്അത്തിൽ നിൽക്കുകയും ചെയ്യും. ഒന്നുമില്ലാണ്ടാ നിൽക്കുന്നു. ഒന്നുമില്ലാണ്ട് സുജൂദ് ചെയ്താൽ കുഫർ വരുമോ ഇല്ലയോ എന്ന് ഫഖഹായിന്റെ ഖിലാഫാണ്. ജ്ഞാനത്തിലതാ. ഒന്നുമില്ലാണ്ട് സുജൂദ് ചെയ്താൽ കുഫരിയത്ത് വരുമോ ഇല്ലയോ എന്നുള്ളത്. എനിക്ക് മുഴുവനും ബാത്തിലാണ്. ആരത്തെ മറിച്ചിട്ടുണ്ടാവില്ല. പൊക്കും കുണ്ടി എല്ലാം പുറത്താണ്. فكان لهم رضي الله عنهم من العلم القدح المعلى. അതുകൊണ്ട് മുൻകഴിഞ്ഞ മഹാന്മാർക്ക് ഇൽമിന്റെ വിഷയത്തിൽ വലിയ പദവിയുണ്ട്. വൽ മഖാമുൽ ബാദിഖുൽ അല, നോക്കിയാൽ കണ്ണെത്താത്ത ഉന്നതമായ മഖാമുണ്ട്. കമാ യഅരിഫുഹു മൻ നദറ ഇലാ ഫീ മുഅല്ലഫാതിഹിം വതആല തറാജിമഹും. മുൻകഴിഞ്ഞ നേതാക്കന്മാരുടെ കിതാബുകളിലും അവരുടെ തർജമകളിലും ഒന്ന് കണ്ണോടിച്ച് നോക്ക്. അവർ ഇൽമിന്റെ വിശാലത എത്രയുണ്ടെന്നാണ്. അബ്ദുൽ ഇമാമിന്റെ കിതാബ് ഒന്ന് എടുത്തു നോക്ക്, സുയൂത്തി ഇമാമിന്റെ കിതാബ് നോക്ക്, ഇബ്നു അബ്ദുൽ ഹൈതമിന്റെ നോക്ക്, നബി ഇമാമിന്റെ നോക്ക്. അങ്ങനെ പോന്നു. ബിനാത്തായില്ലാഹി. അപ്പൊ ഒരാളെ കണ്ണിൽ ഉറവല്ലായി ഇപ്പം മാത്രം കവിയായ പിന്നെ അവനെ വിഷം പറഞ്ഞിട്ട് കാര്യമില്ല. എന്താക്കുന്നത്? അൽ ബാബുൽ ഫീ ഫളിൽ ഇൽമി വാഹിലിഹി, ഇൽമിന്റെ ഫضل പറയും, ഇൽമിന്റെ അഹ്ലുകാരുടെ ഫضل പറയും. വഫളിൽ തഅല്ലുമിഹി, അത് പഠിക്കുന്നതിന്റെ ഫضലും പറയും. അത് ഇത് 3 വിഷയം സ്ഥാപിക്കാൻ ഫീഹി സിത്തത്ത് ഫുസൂൽ, 6 ഫസലുകൾ. അൽ അവ്വലു ഫീ മദ്ഹിൽ ഇൽമി വദമ്മിൽ ജഹലി, ജഹലിന്റെ ദമ്മും പറയും, ഇൽമിന്റെ മദ്ഹും പറയും. 1 നല്ല തർത്തീബാണ്. الثاني فيما ورد من الأحاديث النبوية في فضل العلم وأهله والحث على طلبه. എന്താണ്? നബവിയായ ഹദീസുകൾ പറയും, ഇൽമിന്റെ ഫضل പറയാൽ കണ്ടാ അതിന്റെ അഹ്ലുകാരുടെ ഫضലും പറയും.
അത് തലബ് ചെയ്യണമെന്നുള്ള നമ്മളെ പ്രേരിപ്പിക്കലും വരും. അസ്സാലിസ് മൂന്നാമത്തെ ഫസല് ഫീമാ വറദ മിൻ കലാമി സലഫി വൽ ഖലഫി ഫീ ഫദ്ലിൽ ഇൽമി. നേരത്തെ ഹദീസ പറയാം. അപ്പം ഹദീസ് നബവി, അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതെന്താന്ന് സലഫു സാലിഹീങ്ങൾ. അർറാബിയു ഫി അന്ന ഖലീലൽ ഇൽമി ഖൈറു മിൻ കസീറിൽ ഇബാദ. നാലാമത്തേത് അൽ ഇൽമി എന്നുള്ള കലയിൽ കിട്ടിയാൽ അത് ഖൈറാണ്, ധാരാളം ഇബാദത്തിനാക്കണം. അപ്പൊ ഇബാദത്തും ഇൽമും കൂടെ തൂക്കിയാൽ അത് ഇൽമില്ലാത്ത ഇബാദത്തല്ല തൂക്കുന്നേ. സഹിഹാൻ ആവശ്യമായ ഇബാദത്തും തൂക്കി കുറച്ച് ഇൽമും നോക്കിയാൽ ഇൽമിന് വലിയ മൂല്യം കൂടി. പിന്നെ അൽ ഖാമിസ് ഏതാണ്? ഫീ ഫദ്ലി തലബത്തിൽ ഇൽമി, ഇൽമിനെ തേടുന്ന ആള്. അപ്പൊ എത്ര വയസ്സ്? 12 വയസ്സല്ലേ ഇൽമിനെ തേടുന്ന വിദ്യാർത്ഥിയുടെ വയസ്സെത്രയാണ്? ഇതെല്ലാം ലോകത്തിന് വിരുദ്ധമായിട്ടുള്ള ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. ഏതൊക്കെ ലോകത്ത് കേൾക്കാത്തില്ല ഇവർ പറഞ്ഞിരിക്കുന്നു. വിദ്യാർത്ഥിക്ക് എത്ര വയസ്സ്? മൈമൂലേ എത്ര വയസ്സ്? അതോറ് പറയുന്നു അങ്ങനത്തെ. അങ്ങനെ പറയും. ലാസ്റ്റ് നിങ്ങൾ ഇജ്മാഅോടുകൂടി പാസ്സാക്കുക. ഇൽമിന് പ്രാധാന്യം കൽപ്പിക്കുന്ന ആളുണ്ടോ അദ്ദേഹം താലിബുൽ ഇൽമ. അപ്പൊ അവലവിടെ നിന്നോ ഏറ്റവും ചുരുങ്ങിയത് 80 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടാണ് നിർത്തേക്ക് വരുന്നത്. 80 കിലോമീറ്റർ. പള്ളിയിലെ മോള് 40 കൊല്ലമായി തീർച്ചയായിട്ടും താനെയും മക്കൾ തലക്കണിയും വെച്ച് ഉറങ്ങുന്നുമുണ്ട്. ഒരൊറ്റ സഭയ്ക്ക് പങ്കെടുക്കില്ല. 40-50 കൊല്ലം തീർച്ചയാടുന്ന പള്ളി ഉണ്ടാവും. ഏതെങ്കിലും ഒരു സഭയ്ക്കിന് ഒഴിഞ്ഞുണ്ടാവാൻ പണ്ടെങ്കിൽ കിട്ടില്ല. പക്ഷെ അല്ലാഹു തആല ഖൈർ വിചാരിക്കാത്ത ആൾക്ക് നമ്മ വിചാരിച്ചിട്ട് കഴിയില്ലല്ലോ. കൊണ്ട് പറഞ്ഞില്ലേ, തവളാച്ചിക്കൊണ്ടതൊരു മൂക്കൊള്ളി താമരപ്പൂ, ഒരു കുളത്തിൽ താമരപ്പൂണ്ട്. തവളാച്ചി അതിൻ്റെ അടിയിൽ തന്നെ ഇങ്ങനെ ഉറങ്ങുന്നുണ്ട്. ഇത് എൻ്റെ തേൻ കുടിക്കാനോ പാൽ കുടിക്കാനോ നിൽക്കൂല. എന്നിട്ടാണ് തെരുമൂക്കുന്ന സാധനം അതിനില്ല. ബല്ലുണ്ട് ബണ്ടിന് ബിന്ദൂലേലഹാ മണമു. ബണ്ട് ദൂരത്തു നിന്ന് 1000 കിലോമീറ്റർ സഞ്ചരിച്ചിട്ട് ഇങ്ങനെ വന്നിട്ട് അന്ന് തേൻ കുടിച്ചിട്ട് പോകുന്നുണ്ട്. അതിനെന്താണ്? തെരുമൂക്കുണ്ട്. അപ്പോൾ തവണാച്ചേറ്റി പൊടിയാക്ക് പണ്ട് കാര്യമില്ല. അത് വലിയൊരു ഉതിര് വരുന്നുണ്ട്. ജാലിയൊക്കെ പ്രത്യേകം സ്വർഗുണ്ട്. അവിടെ നമ്മളെ കയറ്റല് എല്ലാവർക്കും ഉതിര്. അപ്പം മുമ്പ് അധ്വാനിച്ചാണെല്ലാം വണ്ടി സ്വർഗം കിട്ടിയല്ലേ കൊണ്ടുപ്പ. സ്വർഗത്തിൽ നിന്ന് ഒരു മല കൊലയും പറഞ്ഞാൽ ദുഞ്ഞാവിലെ സകലതും കിട്ടുന്നതിനേക്കാണ് കയ്യിലല്ലേ. അപ്പം ജാലിയും ഒരിക്കൽ സ്വർഗത്തിൽ കയറി കിട്ടിയാലും പറ്റില്ല. അങ്ങനത്തെ ഒരു കോവലേ ഇല്ല എന്ന് മൂപ്പർ പറയും. എല്ലാവരും മജിതരാവുണ്ടാവും. അപ്പോൾ ഫീ ഫദ്ലി തലബത്തിൽ ഇൽമി വൽ മുതഫഖിഹീന ഫിദ്ദീൻ, ദീനിൽ ഫഖഹത്തെ കരസ്ഥമാക്കാൻ വേണ്ടി ഇങ്ങനെ അധ്വാനിക്കുന്ന ആൾക്കുള്ള ഫളായില് പറയും. അസാദിസ് ആറാമത്തേത് ഫിൽ ഹത്തി അലാ സുആലിൽ ഉലമാഇൽ ആമിലീൻ, ഇൽമു കൊണ്ട് അമൽ ചെയ്യുന്ന ഉലമാക്കളോട് ചോദിച്ചു പഠിക്കണം. എന്നെല്ലാം ജാഹിലിയങ്ങളോട് ചോദിച്ചു പഠിക്കല്ല വേണ്ട. നമ്മൾ കുറച്ച് ഹോജക്കന്മാരോ ഒന്നിപ്പാ എന്നിട്ട് പറഞ്ഞ് തസ്ബീഹ് കാറ്റിലി 2 റക്അത്തിൽ ഇരുന്നൊരു തസ്ബീഹല്ലേ. എന്നിട്ട് എണീക്കുമ്പോൾ എപ്പായി തക്ബീറല്ലേ. 3-ാമത്തെ ഖിയാമില് രാമന് വയക്കബ്ബറു ഇൻദബ്തദാഇഹി വയഖൂമു സാജിദാന ഫസർമൈനി ഉള്ളത്. ഇസ്തിറാഹത്തിന്റെ ഇട്ടില്ലേ വയക്കും എന്താണ്? വയക്കബ്ബറു ഇൻദബ്തദാഇഹി, ജുലൂസ് ആരംഭിക്കുമ്പോൾ തക്ബീർ ചൊല്ലിയിട്ട് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി ചൊല്ലി വയഖൂമു സാജിദൻ മുണ്ടാണ്ട് എണീച്ചോ. 2-ാമത്തെ തക്ബീർ വേണ്ട. നമ്മുടെ ഹോട്ടലിലെ ഭണ്ടാരി പറയുന്നുണ്ട് അങ്ങനെയല്ല. എന്നാൽ ഭണ്ടാരിയത്തോട് നിങ്ങൾ ഖത്തീമിൻ്റെ എത്തോണ്ട് ഭണ്ടാരി മദ്ഹബിലേക്ക് പോട്. ഇവിടെ കാഫി മദ്ഹബുള്ളൂ. ഉത്തരം പറഞ്ഞു ഉത്തരം കണ്ടാ പിന്നോ എനിക്ക് ഭണ്ടാരി ആലിമാണെങ്കിലും നിങ്ങൾ ആലിമെന്നല്ലല്ലോ പറഞ്ഞു, ഭണ്ടാരി എന്നല്ലോ പറഞ്ഞു. ഭണ്ടാരി എന്നുള്ളത് ഇൽമിൻ്റെ വസ്ത്രമല്ലല്ലോ. والاستزادة من العلم على الدوام,
ഇൽമിൽ നിന്ന് എപ്പോഴും സിയാദത്ത് വേണം. അലദ്ദബ, അതിന് മുടക്കമില്ല, മരിക്കുന്നത് വരെ. ഇതൊക്കെയാണ് 6 ഫസലായിട്ട് പറയാം. അപ്പോൾ 1-ാം ഫസൽ തുടങ്ങാം, അതിൻ്റെ കറക്റ്റിൽ നിർത്തും. ഫീ മദ്ഹിൽ ഇൽമി വദമ്മിൽ ജഹൽ പറയാം. യഅലം അന്നൽ ഇൽമ, ഇൽമ് എന്നുള്ളത് എന്താ പണി? ഐ തഅല്ലമുഹു തഅലീമുഹു. ഇൽമിന് 2 പണിയില്ലേ, ഒന്ന് തഅല്ലമു, മറ്റൊന്ന് തഅലീമല്ലേ. അത് അർഫഉ വഅഫ്ളലു മിൻ സാഇരിൽ അഅമാൽ, മറ്റെല്ലാ അഅമാലുകളെക്കാളും ഏറ്റവും അഫ്ളലും ഏറ്റവും ഉന്നതവും. അല്ലതി യുതഖറബു ബിഹാ ഇലല്ലാഹി തആല, ഏതെല്ലാം അഅമാലുകളെ കൊണ്ട് അല്ലാഹുവിനുള്ള തഖറബാകുമോ ആ കൂട്ടത്തിൽ നിന്ന് അർഫഉം അഫ്ളലുമാണ് തഅല്ലുമു തഅലീം. അതെന്താ തെളിവ്? അത് നിങ്ങൾ അങ്ങനെയല്ലേ പറയുള്ളൂ. നിങ്ങളെ ഫീൽഡ് വലുതാക്കിയിട്ടല്ലേ പറയുള്ളൂ. അങ്ങനെയല്ല. നമുക്ക് ന്യായം പറയാം. ഒരു പരിധിയിൽ ഒതുക്കാൻ കഴിയാത്ത വിധത്തിൽ അധികരിച്ച ദലീലുകൾ അതിലുണ്ട്. എന്നാ പോരെ? വാഷഹറമിന്നൊതുക്കറ, അത് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല, അത്രമാത്രം പ്രസിദ്ധവുമാണ്. قال الله عز وجل من عز من قائل كريم شهد الله أنه لا إله إلا هو والملائكة وأولو العلم قائما بالقسط لا إله إلا هو العزيز الحكيم. അല്ലാഹു തആല സാക്ഷ്യം വഹിക്കുകയാണ്. എന്തിന്? അന്നഹു ലാ ഇലാഹ ഇല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന് അല്ലാഹു തആലയാണ് ഒന്നാമത്തെ സാക്ഷി. 2 വൽ മലായികത്തു, അലി മലായികത്തുകൾ. വഉലുൽ ഇൽമി, മൂന്നാമത്തത് ഇൽമിന്റെ അഹ്ലുകാർ. ലാ ഇലാഹ ഇല്ലല്ലാഹ് സാക്ഷികളായിട്ട് അള്ളാഹിന്റെയും മലായികത്തിനും കൂടെ എത്തിയതാരെന്ന് നോക്കിയിട്ട് ഉലുൽ ഇൽമില്ല. ഖായിമൻ ബിൽ ഖിസ്ത്, വീണ്ടും ആവർത്തിക്കുന്നു, ലാ ഇലാഹ ഇല്ലാ ഹുവൽ അസീസുൽ ഹകീം. ബദഅ സുബ്ഹാനഹു വ തആല ബിനഫ്സിഹി, ആദ്യമായി അല്ലാഹു തആല നഫ്സ് കൊണ്ട് തുടങ്ങി. ഷഹീദല്ലാഹു വസന്നാ ബിമലായികതിഹി, മലായികത്തിനെ കൊണ്ട് രണ്ടാമത് പറഞ്ഞു. എവിടെ? വൽ മലായികത്തു. വസല്ലസ ബി അഹ്ലിൽ ഇൽമി, ഇൽമിന്റെ അഹ്ലുകാരെ കൊണ്ട് 3-ാം നമ്പർ പറഞ്ഞു. വ ഉലുൽ ഇൽമി. നോക്ക്, വകഫാഹും ബിദാലിക ശറഫ. ഇനി അതിൻ്റെ അപ്പുറം ഒന്നും പറയേണ്ട, ഇവിടെ വെച്ച് മതിയാക്കാൻ കഴിയാന്ന്. അള്ളാന്റെ കൂടെ ഒരു കലിമത്തിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി അള്ളാഹ് ചേർത്ത് പിടിച്ച ആളാര്? രണ്ട്, وقال جل وعلا قل هل يستوي الذين يعلمون والذين لا يعلمون. അത് അടുത്ത് വരൂ, സത്യം അത് എല്ലാം വരുന്നുണ്ട്. قل هل يستوي الذين يعلمون والذين لا يعلمون إنما يتذكر أولو الألباب. നബി അവരോട് ചോദിക്കണം, ഹൽ യസ്തവി الذين يعلمون, അറിവുള്ളവരും വല്ലദീന ലാ യഅലമൂൻ, അറിവില്ലാത്തവരും സമമാണോ? അത് ഏത് ഫീൽഡിലും പറയാം. ഏത് ഫീൽഡിലും ഇൽമ് നല്ലതാണ്, അതിൻ്റെയൊന്നുമില്ല. ഇൽമ് മൊത്തത്തിൽ നല്ലതാണ്. പക്ഷേ ഇൽമിൻ്റെ ഷറഫ് കൂടും എപ്പോഴ്? ആ ഇൽമിൽ ചർച്ച ചെയ്യപ്പെടുന്ന മഅലൂമായ സാധനം ഉണ്ടല്ലോ, മൗദൂ, അതിൻ്റെ ഫളായിലനുസരിച്ച്. രണ്ടാമത്തത് ആ മഅലൂമിൻ്റെ കൊണ്ടുള്ള ഫായിദ നോക്കിയിട്ട് അതിൻ്റെ ഫായിദ നോക്കും. ഇങ്ങനെ പല ജിഹത്തിൽ കൂടി നോക്കാറുണ്ട്. ഇപ്പോൾ പൊന്നുണ്ടാക്കുന്ന തട്ടാനും ഈ പിക്കാസും കൈക്കോട്ടുണ്ടാക്കുന്ന കൊല്ലനും നോക്കി ആരാ പിള്ളേര് പറഞ്ഞേ? തട്ടാനാ എന്ന് പറഞ്ഞ ഇവൻ കുറെ മാലുണ്ടാക്കിയിട്ട് കുറെ ചമ്മിച്ച് കണ്ണും മുക്കെല്ലാം ഇതാക്കിയിട്ട് വിളാക്കി വെച്ചിട്ട് ഇതിനെ കൊണ്ടുവന്ന കാര്യം ഇങ്ങനെ കെട്ടിക്കൊക്കെ നടത്താന്നല്ലാണ്ട് എന്തോ ഉപകാരം പറഞ്ഞിട്ടുണ്ട്. അതേ അവസരത്തിൽ കൃഷിക്കാരൻ പണിയെടുക്കുന്ന അവസരത്തിൽ പിക്കാസ് മുറിഞ്ഞാൽ എന്താക്കണം? കൊല്ലനെത്താൻ ഉണ്ടപ്പോൾ ജീവനം നിലനിർത്താൻ ആവശ്യമായ ഭക്ഷണ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ആലത്താണ് ഏത്? പിക്കാസും കൈക്കോട്ടൊക്കെ നിത്യജീവിതത്തിൽ. ഇതിടെ കെട്ടി നോക്കിയിട്ടില്ലെങ്കിൽ സംഗതി എന്താന്ന്? അത് നമ്മുടെ ബുദ്ധിമോശമല്ലേ? അധികം നല്ല പൈസക്കാരുടെ ലോകത്തിൽ ജീവിക്കുന്നു.
ഏത് അത് പിക്കാസ് വിറ്റാൽ മൈസത്താവില്ലേ? ഇനി നോക്ക്, ചർമ്മ രോഗം അല്ലെങ്കിൽ മുടി കൊഴിച്ചലിൻ്റെ ഒരു ഡോക്ടറുണ്ട്, ഹാർട്ട് വിദഗ്ധനുണ്ട്. ആർക്കാപ്പുള്ളി എന്താ അങ്ങനെ? ഹാർട്ട് അതിന് പ്രധാനപ്പെട്ട ഭാഗത്തിൻ്റെ ശരിയാക്കുന്ന ആളാണ്. മറ്റേ മുടിയിലും ജീവിക്കാം, കഷണ്ടി തൽക്കാൻ ജീവിക്കുന്നില്ലേ? ഇതുപോലെ ഇവിടെ മൗദൂ ആരാണ്? ഒന്ന് അള്ളയെന്ന്, മറ്റൊന്ന് അള്ളാഹുവിൻ്റെ കലാമാണ്, അള്ളാഹുവിൻ്റെ അമ്രും നഹിയും അടങ്ങുന്ന ഹക്കാമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് അള്ളാഹ് വിട്ടാൽ പിന്നെ ഏറ്റവും മുഫദ്ദലി. തങ്ങളെപ്പറ്റിയുള്ള ചരിത്രം, തങ്ങൾക്ക് അള്ളാഹ് കൊടുത്ത വിശാലത്തിൻ്റെ പദവികളെ ചർച്ച ചെയ്യുന്നു. അതുപോലെ മലായിക്കത്തിൻ്റെ ചർച്ചയാണ്. തുടക്കത്തിൽ എപ്പോഴും ഒന്നിക്കൽ ഖാലിഖിൻ്റെ അല്ലെങ്കിൽ സുലഹാ അൽ ഖൗമിൻ്റെ കാര്യങ്ങളായിരിക്കും ചർച്ച. ഇതുകൊണ്ട് എന്താന്ന് ലോകത്തിലും ഇരുലോകത്തിലും അള്ളാഹെ കൊണ്ട് അടുപ്പിക്കുന്ന സാധനമായി മാറി. അപ്പം മൗലൂവിൻ്റെ അടിസ്ഥാനത്തിലാവട്ടെ നഫ്ഇൻ്റെ അടിസ്ഥാനത്തിലാവട്ടെ എന്തും ആക്കിയാൽ എല്ലാ ജിഹത്തിൽ കൂടിയും അള്ളാഹുവിനെ പറ്റിയുള്ള ഇൽമ ദീനിയ ഇൽമാണ് അഫ്ളൽ. ഇനി ഇതിൻ്റെ കൂടുതൽ വിശദീകരണം വേണമെങ്കിൽ ഹയ്യാവുലമതി നോക്കുക. അത് ലൈഫല്ലോ ഉസ്താദെ, ലൈഫൊന്നുമില്ല. നേരത്തിന് ബടിയും കൊണ്ട് പായിച്ചിട്ട് നമുക്ക് കിട്ടാത്ത നന്നായി. പക്ഷേ അത് പറഞ്ഞ ചിന്തിക്കലാണ്. ഉലുൽ അൽബാബ് മാത്രമേ അത് തദക്കുറ് ചെയ്യുള്ളൂ എന്നല്ലേ പറഞ്ഞാൽ ഓടൂല. ഇന്നമാ യതദക്കുറു, തദക്കുറ് ആരിക്കാന്ന് ഹസറ് ഉലുൽ അൽബാബിന് മാത്രം. ഇന്നമാന്റെ പണി പറഞ്ഞു യതദക്കറു ഉലുൽ അൽബാബ് എന്ന് പറഞ്ഞാൽ യതദക്കുറു ഫായിലാണ്, ഉലുൽ അൽബാബ് ഫായിലാണ്. ഈ ഫിഇലിനെ ഫായിലുൽ ഹസറാത്തിലാണ് ആരെ പണി? ഇന്നമാന്റെ പണി. അപ്പൊ തദക്കുർ എന്നുള്ളത് ഉലുൽ അൽബാബിന് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ തദക്കുർ ഇല്ല. അപ്പൊ ചോദ്യം എന്താ? ഇന്നഹും ലാ യസ്തമൂന അബദ, ഒരിക്കലും ആലിമുൻ ജാഹിലും സമമല്ല. ലാ ഫിദ് ദുനിയയിലും സമമല്ല, വലാ ഫിൽ ആഖിറത്തിലും സമമല്ല. ഇനി അപ്പം മൊത്തത്തിൽ ഇൽമും ജഹലും തമ്മിൽ ഇനി അതിൻ്റെ ഫന്നുകൾ മാറുന്നതാ. വലാകിൻ യുഫദ്ദിലുല്ലാഹു മൻ യഅലമു അലാ മൻ ലാ യഅലമു, അറിവുള്ളവനും അറിവില്ലാത്തവനും അല്ലാഹു തആല എന്താക്കും? മൻ യഅലമൂന തഫ്ളീലാക്കും, ദറജാത്തും കസീറത്തും കൊണ്ട്. ഫഹൈഹാത, അപ്പം വളരെ ദൂരത്താണ്, അസംഭവ്യമായ കാര്യമാണ്. അൻ തഹസുലുൽ മുസാവാതു ബൈനൽ ഉലമായിൽ ആമിലീൻ വഗൈരിഹിം മിനൽ ജാഹിലീൻ. ഒരു ഭാഗത്ത് ജാഹിലീങ്ങളുണ്ട്, ഒരു ഭാഗത്ത് ഉലമാവുൽ ആമിലീങ്ങളുമുണ്ട്. ഇവരിടയിൽ സമമാക്കാന്നുള്ളത് സംഭവിക്കുന്ന കാര്യമല്ല, അസംഭവ്യം. ലാ വലാകിൻ യർഫഉല്ലാഹു അഹ്ലൽ ഇൽമി, ഇതൊന്നും കൂടെ പറയുന്നതാണ്. ഇൽമിൻ്റെ അഹ്ലുകാരെ അല്ലാഹു തആല ഉയർത്തും, അലാമൻ സിവാഹും, അല്ലാത്തവരേക്കാൾ, ബിദ്ദറജാത്തിൻ കസീറത്തിൻ, ധാരാളം ദറജ കൊണ്ട്. فعن ابن عباس رضي الله عنهما قال يرفع الله العلماء يوم القيامة, العلماء അല്ലാഹു തആല ഖിയാമത്ത് നാളിൽ ഉയർത്തും. ആരേക്കാൾ? അലാ സായിരിൽ മുഅ്മിനീൻ, മറ്റുള്ള മുഅ്മിനീങ്ങളെ അപേക്ഷിച്ച്. മുഅ്മിനീങ്ങൾക്കും അസൽ ഈമാനും അസൽ ഇൽമെല്ലാം ഉണ്ട്, അല്ല ഒരു മുഅ്മിനാവില്ലല്ലോ. എങ്ങനെ? ബിസബഇഅതി ദറജ, 700 ദറജ കൊണ്ടാണ് ഡിഫറൻസ് എന്ന്. മാബൈന ദറജത്തേന്, ഈ 700 ഉണ്ടല്ലോ സബമയത്തിന്, അതിൽ 2 ദറജൻ്റെ ഇടയിൽ മസീറത്ത് 500 ആമിൻ, 500 കൊണ്ട ദൂരമാണ്. وقال تعالى يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات. يرفع الله, الله تعالى ഉയർത്തും, الذين آمنوا منكم, നിങ്ങളിൽ നിന്ന് വിശ്വാസികളെ, വല്ലദീന ഊത്തുൽ ഇൽമ, ഇൽമ് നൽകപ്പെട്ടവരെയും, ദറജാത്ത്. ആ ദർജാണ് ഇബ്നു അബ്ബാസ് തങ്ങൾ വ്യാഖ്യാനം കൊടുത്തത്. 700, ഓരോന്നിൻ്റെ ഇടയിലും 500. ഇനി ഖുൽതു എന്ന് പറഞ്ഞാൽ മുസന്നിഫ് ഇത് വിലയിരുത്തുന്നു. വദാലിക, എന്തുകൊണ്ട്? ലിഅന്നൽ ഇൽമ നഫ്ഉഹു മുതഅദ്ദിദ്, ഇൽമിൻ്റെ നഫ്അ് വളരെ മറ്റുള്ള ആളുകളിലേക്ക് വിട്ടുകിടക്കും. വഹുവ അസാസുൽ ഇബാദാത്ത്, അതിലുള്ള വായിക്കില്ല, ഞാൻ ഇതാ വായിക്കല്. വഹുവ അസാസുൽ ഇബാദാത്ത്, ഇബാദാത്തിൻ്റെ അടിത്തറ ഇൽമാണ്.
ഇൽമില്ലാണ്ട് അമൽ ചെയ്തിട്ട് എന്താന്ന് ഇതല്ലോ ജഹാലത്ത് കാട്ടിക്കിട്ടും. ഫലായില് വായിച്ച് സുജൂദിന്റെ ഫലായില് വായിച്ചു വരികയാണ്. അഖറബുമായ സാജിദൻ ഒരബദ് അള്ളാഹിനൊക്കെയുള്ള ഏറ്റവും അടുക്കുന്ന അവസരത്താണ് സുജൂദിൽ കിടക്കുമ്പോൾ. അപ്പം ഒരാൾ പറഞ്ഞു എന്നാ പിന്നെ നമുക്ക് നിക്കാത്തി കുറേ സുജൂദ് വർദ്ധിപ്പിച്ചറിയാം. ഈ ഒന്ന് രണ്ട് സുജൂദൊന്നും മതിയാവില്ലപ്പാ, അഖറബാണ്ടേ. ആണ്ടെന്നാക്കാം മസീഹി ദജ്ജാൽ ഇങ്ങനെ സുജൂദേ സുജൂദ്. ഞാൻ നിൽക്കാനും പാത്തിലോ പാത്തില്ല എന്താ മസാല പറഞ്ഞിട്ട് എന്ന് പറ. നിൽക്കിച്ചോടത്തോളം നിൽക്കാനും പാത്തില്ലേ. അടുത്ത കാലത്താ അങ്ങനെ സഭയിൽ വന്നിട്ടുണ്ടാ. അല്ലാഹ് ഈ പണ്ട് ആലക്കോട്ടേക്ക് ജീപ്പിൽ കയറ്റിയിട്ട് ആളെ കൊണ്ട് പോക്കുണ്ട്. മറിച്ചും ആളായപ്പോൾ ഡ്രൈവർക്ക് ഇരിക്കാൻ സീറ്റില്ല. അപ്പം എന്താക്കും, അര സീറ്റ് ഇട്ട് ഒരു കാലം പുറത്തു വരിക്കുമോ. ആ തഖ്വ ഹാഹുന എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടയിൽ കേട്ടിന്. പിന്നെ ഈ തലക്കെട്ടിട്ട് ബാലിയിലെ കൂടെയൊക്കെ ഓ എന്താ കണ്ണു ഞാൻ മൂക്കല്ലൊരു ഉറക്ക പൊട്ടിക്കല്, പല്ലൊന്ന് കടിച്ചു പൊട്ടിക്കല്, അങ്ങനെ എന്തെല്ലാം ഉണ്ട് ഇപ്പം. ഇബാദത്തിന്റെ അസാസ് വമംബഉൽ ഖൈറാത്ത്, എല്ലാ ഖൈറാത്തിൻ്റെയും ഉറവ് കേന്ദ്രം. ഇതുപോലെ കമാ അന്നൽ ജഹ്ല റഅ്സു കുല്ലി ശർറിൻ, ജഹ്ല് എന്നുള്ളത് എല്ലാ ഷർറിൻ്റെയും ഹെഡാപ്പീസാണ്. വാസുലു ജമീഉൽ ബലിയാത്ത്, എല്ലാ ബലായിൻ്റെയും അസുലുമാണ്. ഖാല സയ്യിദുൽ ഹബീബുൽ ഇമാം അബ്ദുല്ലാഹി ബിൻ അലവിയിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു, അറിയാലോ ചിത്തം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. വനഫഅനല്ലാഹു ബിഹി ആമീൻ. അൽ ജഹ്ലു അസ്ലു കുല്ലി ശർറിൻ, എല്ലാ ഷർറിൻ്റെയും അസ്ലാണ് ജഹ്ലി. വമൻശഉ കുല്ലി ലററിൻ, എല്ലാ ലററിൻ്റെയും വളരുന്ന കേന്ദ്രം അവിടെയാണ്, വളർത്തു കേന്ദ്രം. വഹുവ വഅഹ്ലുഹു ദാഖിലൂന ഫീ ഉമൂമി ഖൗലിഹി തആല അദ്ദുന്യാ മൽഊനത്തും മൽഊനും മാ ഫീഹാ. ദുന്യാവ് ശപിക്കപ്പെട്ടതാണ്, മൽഊനത്താണ്. അതിലുള്ള സകല വസ്തുക്കളും മൽഊനാണ്. മാഫീഹ മൽഊനല്ല, മൽഊനും മാഫീഹ എന്നല്ല. അതിനകത്താദ്യം ഖബറാ മുന്തിച്ചത് അല്ലേ. അപ്പം അതിൽപ്പെട്ട് ആ ഉമൂമിൽ. പക്ഷെ അതിൽ നിന്ന് പുറത്താക്കിയാലായി ഇല്ല ദിക്റുല്ലാഹി വമാ വാലാഹു, അള്ളാഹുവിൻ്റെ ദിക്റൊഴികെ ദിക്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നെ വആലിമൻ വമുതഅല്ലിമൻ ഒഴിവാക്കിയിട്ടുള്ള ലഅനത്ത് ഓർക്കില്ല. അപ്പോൾ ലഅനത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവർ. അഖറജഹു തിർമിദി 2322 നമ്പർ ഹദീസ്. വഇബ്നു മാജ 4112 ഹദീസ് മിൻ ഹദീസ് അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഖാല സയ്യിദുനാ അലിയും കറമല്ലാഹു വജ്ഹഹു പറയുന്നു, ലാ അദുബ അദാ മിനൽ ജഹൽ, ജഹലിനേക്കാണ് ശത്രുതയുടെ ഒരു മറ്റൊരു അതുവിനെയും കാണാൻ കഴിയില്ല. വൽ മർഉ അദുവ്വു മാ ജഹില, ഒരു മനുഷ്യന് അറിവില്ലാത്തതിൻ്റെ ശത്രുവാണ്. അന്നാസു അദാഉ മാ ജഹിലു നിഹയിലെടുക്കർക്ക് പറയും, അറിവില്ലാത്തതിൻ്റെ ശത്രുവാണ്. വൽ ജാഹിലു വാഖിഉ ഫീ തർക്കി ത്വാഅതി വ ഫിഅലിൽ മആസി ശാഅ അം അബ, ഒരു ജാഹില് ത്വാഅത്തിനെ ഒഴിവാക്കുന്ന വിഷയത്തിലും ചെന്ന് ചാടും, മാസിയത്തിനെ ചെയ്യാനും ചെന്ന് ചാടും. അത് വേണമെന്ന് വെച്ചാലും വേണ്ടാന്ന് വെച്ചാലും ചെയ്യും. വേണമെന്ന് വെച്ചിട്ടും ചാടാം, വേണ്ടാന്ന് വെച്ചാലും ചാടാം. എന്തുകൊണ്ട്? ഫഇന്നഹു ലാ യദ്രി അയ്യു ശൈഇൻ ത്വാഅതു, ഈ ത്വാഅത്ത് എന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് എനിക്കറിയില്ല. എങ്ങനത്തെ ത്വാഅത്ത്? അല്ലത്തി അമറഹുല്ലാഹു തആല ബിഫിഅലിഹ, അത് ചെയ്യാൻ വേണ്ടി അല്ലാഹു തആല കൽപ്പിച്ച ത്വാഅത്തിന്റെ താരീഫ് എനിക്കറിയില്ലല്ലോ. വലാ അയ്യു ശൈഇൻ മഅസിയ, മഅസിയത്ത് എന്ന് പറഞ്ഞാൽ എന്താന്ന് അതും അറിയില്ല. അല്ലത്തി നഹാഹുല്ലാഹു അൻ ഇർതികാബിഹ, അത് പ്രവർത്തിക്കരുത് എന്ന് പറഞ്ഞ് അല്ലാഹു തആല വിരോധിച്ച അതും എനിക്കറിയില്ല. വലാ യഖ്റുജു മിൻ ദുലുമാത്തിൽ ജഹ്ലി ഇല്ലാ ബിനൂരിൽ ഇൽമി, ഇൽമിൻ്റെ പ്രകാശം കിട്ടാതെ കണ്ട് ജഹിലിൻ്റെ ദുൽമാത്തിൽ നിന്ന് ഒരാളും പുറത്ത് രക്ഷപ്പെടൂല.
വലില്ലാഹി ദർറു ശൈഖ് അലി ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മഹത്വം എത്ര അതൊരു അഭിവാദ്യമാക്കാം. എന്താണ്, ആരാണ് അലി ഇബ്നു അബീ ബക്കർ എന്നുള്ള മൗലാക്കിയൊന്നല്ല. നോക്ക്, അശ്ശൈഖുൽ ഇമാമുൽ ജലീൽ അൽ ആരിഫു ബില്ലാഹ് അലി ഇബ്നു അബീ ബക്കർ അസ്-സക്റാൻ റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ദുറഹ്മാൻ ഇസ്തഖാഫ് ബാലവി ഹുസൈനി അത്തരീമി. മൗലിദുഹു 818 ഹിജ്റ, പഴയ ആള്. വബിഹാ വഫാത്തുഹു സനത്ത് 895 വഫാത്ത്. കാന മിൻ കിബാരി ഉലമായി അസ്രിഹി. ആ കാലഘട്ടത്തിൽ ലോകത്തുള്ള ഉലമാന്റെ കിബാരിങ്ങളിൽപ്പെട്ട ഒരാളാണ് ഈ പറയുന്ന അലി ഇബ്നു അബീ ബക്കർ. ഓരോ മഹാന്മാരുടെ ചരിത്രം പറയലും കൂടി നമുക്ക് മഖ്സൂദാണ്. പിന്നെ ഹഫിദൽ ഹാഫിസ് സഗീർ വഗൈറഹു കാന വരിഅൻ. മൂപ്പർ വളരെ സൂക്ഷ്മതയുള്ള ജീവിതമായിരുന്നു. വമിൻ വറഇഹി അന്നഹു ലം യശ്റബിൽ ഖഹ്വത ലിഹുദൂസിഹ. കാപ്പി കുടിക്കാറില്ല. അതുകൊണ്ട് നബിതങ്ങളുടെ കാലത്ത് കാപ്പി ഉണ്ടായിരുന്നില്ല. ഖറഅൽ ഇഹ്യാ 25 മറ. ഇഹ്യാ ഉമ്മത്തിൽ 25 മറ തോന്നിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ലൈഫ് കഴിഞ്ഞിട്ടില്ല. എന്താ പഠിച്ച ലാഹിലിനെ കാണാം. എഴുതാൻ മുസ്ലിക്കന്മാർക്ക് കിട്ടിയത് ഇത് ഇഹ്യാ ലൈഫൊന്ന്. ഖുർആൻ അലൈഹി കദാലിക. മൂപ്പറ വക്കൽ നിന്ന് ഓതിയിട്ടുണ്ട് 25 വട്ടം. മൂപ്പറ വക്കൽ നിന്ന് ഒരാൾ ഓതിയത് എന്നാലിക്കട്ടെ. മൂപ്പർ പറയട്ടെ, അൽ ജഹ്ലു നാറുൻ ലിദീനിൽ മർഇ യുഹ്രിഖുഹു വൽ ഇൽമു മാഉൻ ലിതിൽകൻ നാരി യുത്ഫീഹാ. ജഹ്ല് എന്ന് പറയുന്നത് ഒരു തീയാണ്. ആ തീ എന്താക്കും? മർഇന്റെ, ഒരു മനുഷ്യന്റെ ദീനിനെ തന്നെ കരിച്ചു കളയുന്ന തീയാണ്. എന്നാൽ ഇൽമ് എന്നുള്ളത് വെള്ളമാണ്. അത് ലിതിൽകന്നാർ, ആ ജഹലാകുന്ന നാറുണ്ടല്ലോ, അതിനെ കെടുത്താനുള്ള തീ വെള്ളമാണ് ഇൽമ്. ഇന്തഹ കലാമുൽ ഹദ്ദാദ്. ഇത് അബ്ദുല്ലാഹ് ഹദ്ദാദ് തങ്ങൾ ഉദ്ധരിച്ച കലാമ് തീർന്നു. മിൻ റിസാലത്തിൽ മുദാക്കറ. മൂപ്പറുടെ കിതാബാണ്. മൂപ്പർക്ക് സ്വന്തം കിതാബ് അവർ മൽഫൂദാത്ത് എഴുതലാണ്. മൂപ്പർ എഴുതലില്ല. വഖാല സയ്യിദുന അൽ-ആരിഫു ബില്ലാഹി ഉമർ ഇബ്നു സഖാഫ് സഖാഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ആരാണ് മൂപ്പർ? അൽ ഹബീബു ഉമർ ഇബ്നു സഖാഫ് ഇബ്നു മുഹമ്മദ് ഇബ്നു ഉമർ ഇബ്നു ത്വാഹ അസ്-സഖാഫ് കാന ഇമാമൻ ആരിഫൻ. ഇമാമായിരുന്നു, ആരിഫാൻ. ഇൻതഹത് റിയാസത്തുൽ ഉലൂമി വൽ മശീഖത്തി ഇലൈഹി ഫി സൈഊൻ ബൽ വ ഹദ്റമൂത്ത്. യമനിൻ്റെ ഭാഗത്തുള്ള ഹദ്റമൂത്ത്, സൈഊൻ തുടങ്ങിയ നാട്ടിൽ ശൈഖന്മാരുടെ പദവിയും ഇൽമിൻ്റെ നേതൃത്വവും മൂപ്പറിലാണ്. കാന സ്വാലിഹൻ സാഹിദൻ. അറിയാല. ലഹു മനാഖിബുൻ ജമ്മ. അവരെ പറ്റി ധാരാളം മദ്ഹുകൾ പറയാനുണ്ട്. വലിദ ബി സൈഊൻ വതൂഫിയ ബിഹാ സനത 1216 ജനനം. അപ്പം 300-നപ്പുറം ജനിച്ചിട്ടില്ല എന്ന് പറഞ്ഞ പോയിട്ട് അത് അത്തൂഫി വഫാത്ത് 1216. വലഹു മുസന്നഫാത്ത്. ധാരാളം തസ്രീബുണ്ട്. തഫ്രീഹുൽ ഖുലൂബ് വ തഫ്രീജുൽ ഖുറൂബ് മത്ബൂഅൻ. അത് വാങ്ങാൻ കിട്ടുമെന്ന് പറയും. അഫ്റദഹു തിൽമീദുഹു ശൈഖ് അബ്ദുല്ലാഹ് ബിൻ സുമൈർ ബി തർജുമത്തിൻ സമ അൽ മൻഹുൽ അദ്ബ് അസ്-സാബ്. അങ്ങനെ ഒരു മുജല്ലദ് കിതാബ് മൂപ്പറ തിൽമീദ് ഇവരെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൂപ്പറാണ് പറയുന്നത്, വഅലം അന്നൽ ഇൽമ യർഫഉൽ വലീഅ. ഇൽമ് എന്നുള്ളത് ഏറ്റവും താണ പദവിയിലുള്ള ആളുകൾ എന്താക്കുന്നത്? ഉയർത്തും. അബൂ ഹനീഫയുടെ കുട്ടി കാണല്ല, ഒരു ഉമ്മ കുഞ്ഞിനെ കൂട്ടിയിട്ട്, ചെറിയ ചെറുപ്പക്കാരനെ മോനെയും കൂട്ടിയിട്ട് അലക്കുകാർക്ക് ഏൽപ്പിക്കാനാ പോകും. അതൊക്കെ ഒരു പണിയെടുത്ത് ജീവിക്കട്ടെ. മൂപ്പർ ആ കുഞ്ഞിൻ്റെ മുഖം നോക്കിയപ്പോൾ ഈ കുഞ്ഞിനത്തെ കൊണ്ടപ്പോൾ അലക്കുകാർക്ക് വിട്ടുകൊടുക്കാൻ, കൂടെ തോട്ടിൽ പോയിട്ട് അലക്കുക, വസ്ത്രം കെട്ടി വെക്കുക. എന്നാൽ ആ കുഞ്ഞിനെ എനിക്ക് വിട്ടുവരെ ഞാൻ ആ കുഞ്ഞിനെ ഞാൻ ഇളക്കിക്കൊള്ളാൻ പോകും. അതിൻ്റെ അബൂ ഹനീഫ ഉമ്മ വിട്ടുകൊടുത്തു. അതിനെ വഹിച്ചിട്ട് മൂപ്പർ എന്താക്കി? മൂപ്പർ മദ്ഹബിൻ്റെ 2ാമത്തെ ഇമാമാരാന്ന കുട്ടിയാണ്. ലാസ്റ്റ് മുഹമ്മദ് യൂസുഫ് രണ്ട് നേതാക്കന്മാർ ഷെയ്ഖാനില്ലേ, അതിൽപ്പെട്ട ഒരാളാണ് ഈ കുട്ടി. പിന്നീട് മാത്രമല്ല അബൂ ഹനീഫ ഇമാം പറഞ്ഞതിനെ ചിലപ്പോൾ തിരുത്തു വരെ കൊടുക്കും. വലിയ ആയാളെ ഉയർത്തിക്കളയും.
വൽ ജഹ്ല യുൻസിലു റഫീഅ, ഉന്നതനായ ആളാണ്, പക്ഷേ ജഹൽ അവനെ താത്തും. ഫമൻ ശറഫ നസബുഹു വഅദ്ലമ ബിൽ ജഹ്ലി ഹസബുഹു നസല ബിഹിൽ ഹാൽ. ഒരാളെ നസബ് തന്നെ വളരെ ഷരീഫാണ്, പക്ഷേ ജഹ്ലൻ കൊണ്ടെന്തായി അവൻ്റെ ഹസബിന്, അവൻ്റെ ജീവിക്കാൻ എന്തായി ഇരുട്ട് വന്നു കഴിഞ്ഞാൽ ഓൻ തരന്താണ്. മക്കാമുഹമ്മൽ ജുഹാൽ, അവനെ ജുഹാലിൻ്റെ കൂട്ടത്തിലായിരിക്കും സ്ഥാപിക്കപ്പെടുക. ഫമൽ ഹയാത്തു ഇല്ലാ ലിഅഹ്ലിൽ ഇൽമി, യഥാർത്ഥത്തിലുള്ള ഹയാത്ത് ഇൽമിൻ്റെ അഹലുകാർക്ക് മാത്രമാണ്. വമൽ മൗതു ഇല്ലാ ലിഅഹ്ലിൽ ജഹ്ലി കമാ ഖീൽ. വഫിൽ ജഹ്ലി ഖബലൽ മൗതി മൗതു ലിഅഹ്ലിഹി ഫഅജ്സാദുഹും ഖബലൽ ഖുബൂരി ഖുബൂറു വഇന്ന ഇംറഅൻ ലം യഹ്യ ബിൽ ഇൽമി മയ്യിതുൻ വലൈസ ലഹു ഹത്ത നുശൂരി നുശൂറു. വഫിൽ ജഹ്ലി, ജഹലിലുണ്ട്, ഖബലൽ മൗത്തി, മരിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ മൗത്തൂൻ, ഒരു മൗത്ത് സംഭവിച്ചിട്ടുണ്ട്, ജഹലിൻ്റെ മൗത്ത്. ആരിക്കൽ അഹ്ലിഹി, ജഹലിൻ്റെ അഹ്ലുകാർക്ക്. ഫഅജ്സാദുഹും, അജ്സാദുകൾ അവരുടെ ശരീരങ്ങൾ, ഖബലൽ ഖുബൂരി, ഖബറുകൾക്ക് മുമ്പായിട്ട്, ഖുബൂറും ഖബറുകളാണ്, കാരണം അവരുടെ മനസ്സ് മരിച്ചിട്ടുണ്ട്. ആ മരിച്ച മയ്യത്താകുന്ന കൽബിൻ്റെ ഖബറാണ് ഇവരുടെ ജസദ്. ആ വഇന്ന ഇംറഅൻ ലം യഹ്യ ബിൽ ഇൽമി, ഇൽമു കൊണ്ട് ഹയാത്താവാത്തൊരു വ്യക്തി മയ്യിത്തുൻ, അതിൻ്റെ ഖബർ, അവൻ മയ്യിത്താണ്. വലൈസ ലഹു, അവനില്ല ഹത്തൻ നുശൂറൻ, ഹത്തൻ നുശൂർ, ഖബർ നണിപ്പിക്കുന്നത് വരെയും ഒരു നുശൂർ അവനിക്കില്ല. ഫഫിൽ ഇൽമി ഹയാത്തുൽ അബദി, കാലാകാലം ഹയാത്താവാന, ഹയാത്തുണ്ട് ഇതിന് ഇൽമിന്. വഫിൽ ജഹ്ലി മൗത്തുൽ അബദി, കാലകാലത്തെ മൗത്തും ജഹലിലുണ്ട്. ലൈസ മൻ മാത ഫസ്തറാഹ ബിമയ്യിത്തിൻ ഇന്നമൽ മയ്യിതു മയ്യിത്തുൽ അഹ്യാഇ. ലൈസ മൻ മാത, മരിച്ച ഒരാളല്ല കേട്ടോ, ഫസ്തറാഹ, അയാൾ റാഹത്തായി ദുന്യാവിൻ്റെ ബലായിനൊത്തിട്ട്, അയാൾ ആരല്ല ബിമയ്യിത്തിൻ, അയാൾക്ക് ശരിക്കും മയ്യിത്തല്ല, ഹഖീഖത്ത് മയ്യിത്താല. ഇന്നമൽ മയ്യിതു മയ്യിത്തുൽ അഹ്യാഇ, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മയ്യിത്തായ ചില ആളുകളുണ്ട്, അവരാണ് ശരിയായ മയ്യിത്ത്. ജീവിച്ചിരിക്കും, തത്തതിനക്കുമേതാൻ ജീവിച്ചിരിക്കലും. ഐ മമ്മാത ബിൽ ജഹ്ലി വൽ ബുഅദി അനില്ലാഹ്, ജഹ്ല് കൊണ്ട് മരിച്ചു, അള്ളാഹിനെ തൊട്ട് അകന്നുപോയി മരിച്ച്. വഹുവൽ മയ്യിത്തു ഹഖീഖത്തൻ, അവനാണ് ഹഖീഖത്ത മയ്യിത്ത്. വഇൻ കാന ഹയ്യൻ സൂറത്തൻ വജിസ്മൻ, സൂറത്തുൽ ജിസ്മിൽ അവനാല ഹയ്യൻ. ഇൻതഹ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കഴിഞ്ഞു. ഖാല ബഅദുൽ സലഫി, സലഫു സാലിഹീങ്ങളിൽപ്പെട്ട ചിലർ പറഞ്ഞ്, ഖൈറുൽ മവാഹിബിൽ അഖ്ലു, അല്ലാഹു തആല ഓശാരമായി നൽകിയ ഒരുപാട് നിഅമത്തുകളുണ്ട്. ആ നിഅമത്തിൽ നിന്നെല്ലാം ഏറ്റവും ഖൈറായ മവാഹിബ് ഏതാണ്? അഖിലാകുന്നു. ഈ അഖില കൊണ്ടപ്പോൾ ഇതെന്താക്കി, നല്ല നെയ്ച്ചോറ് മറിക്കേണ്ട ചട്ടം കൊണ്ടപ്പോൾ മണ്ണ് വരാനാക്കി. വശറുൽ മസായിബി, പലതരത്തിലുള്ള മുസീബത്തുകളുണ്ട്. ആ മുസീബത്തിൽ നിന്ന് ഏറ്റവും ഷർറായ മുസീബത്ത് ഏതാണ്? അൽ ജഹ്ലുമാണ്. തഅല്ലം ഫലൈസൽ മർഉ യൂലദു ആലിമാ വലൈസ അഖൂ ഇൽമിൻ കമൻ ഹുവ ജാഹിലുഹു സ്വലാത്തും വതസ്ലീമുൻ തഹിയ്യതി മുസ്തഫൽ മുഖ്താർ ഖൈറുൽ ബരിയതി. തഅല്ലം, നീ പഠിക്കണം. ഫലൈസൽ മർഉ യൂലദു ആലിമാ, ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ ആലിമായി ജനിക്കുന്നില്ല. വലൈസ അഖൂ ഇൽമിൻ, ഇൽമുடைய ഒരു വ്യക്തിയല്ല. കമൻ ഹുവ ജാഹിലു, ജാഹിലായ വ്യക്തിയല്ലല്ലോ, ഇപ്പം പറഞ്ഞില്ലേ. വഇന്ന കബീറൽ ഖൗമി ലാ ഇൽമ ഇൻദഹു സഗീറുൻ, വഇന്ന കബീറൽ ഖൗമി, ഒരു ഖൗമിലുള്ള കബീറായ ഒരാളുണ്ട്. എങ്ങനത്തെ ആൾ? ലാ ഇൽമ ഇൻദഹു, അവൻ്റെ അടുക്കൽ ഇൽമില്ല, എന്നാൽ അതിന്റെ ഖബർ സഗീറുൻ, അവൻ സഗീറാണ്, കബീറല്ല. ഇദൽ തഫത് അലൈഹിൽ മഹാഫിലു, അവൻ ഒരുമിച്ച് കൂട്ടുന്ന ഒരുപാട് മേഖലകളും യോഗങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ഇയാൾക്ക് ഇൽമറിച്ചിട്ടില്ല. ആ കസല ഇങ്ങനെ ഇങ്ങനെ ഇസരിട്ട് ഉപ്പായിട്ടിട്ട് ഇങ്ങനെ ചമഞ്ഞിട്ടിരിക്കാന്നല്ലാണ്ട്. വഖാല സഹൽ ബിൻ അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആരാണ് മഹാനവറുകൾ? അൽ ഇമാമു സൂഫിയു,
അസ്സാഹിദു ശൈഖുൽ ആരിഫീൻ അബൂ മുഹമ്മദിൻ സഹൽ ബിൻ അബ്ദുല്ലാഹ് ബിൻ യൂനുസ് അൽ-തുസ്തരി റളിയല്ലാഹു അൻഹു. കുശൈരി ലോധിയല്ലേ? ഇന്ന് സൂര്യൻ വേണ്ടാന്ന് ഉദിക്കണ്ടെന്ന് അള്ളാഹിനോട് പറഞ്ഞെങ്കിൽ അന്ന് ഉദിപ്പിക്കൂല, അങ്ങനത്തെ ആളുണ്ടെന്ന് പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ടാണ് ഈ പറഞ്ഞത്. സഹൽ റളിയല്ലാഹു അൻഹു പറയുന്നത്, പഠിച്ചോളെ നീ ഇന്ന് സൂര്യൻ ഉദിപ്പിക്കണ്ട, അള്ളാഹ് അനുസരിക്കുമെന്ന് പറയുന്നു. എന്തുകൊണ്ട്? അള്ളാഹ് അത്രത്തോളം അനുസരിച്ചപ്പോൾ അള്ളാഹിനോട് പറഞ്ഞപ്പോൾ അള്ളി അനുസരിക്കും. പക്ഷേ വേറെന്താക്കും? ലോകത്തിന് ഇസ്ലാം കൊണ്ട് കളിക്കൂല, അത് ജനങ്ങൾ സുയിപ്പുണ്ടാക്കാൻ. അത് ചങ്ങല പിടിച്ച് വണ്ടി നിർത്തിയാൽ മതിയില്ല. ചങ്ങല വെച്ച വണ്ടി നിർത്തുമോ? പക്ഷേ യാത്രക്കാരെ ബുദ്ധിമുട്ടാക്കലാണ് വണ്ടി നിർത്തിച്ച്, അവിടെ ഫൈൻ കിട്ടുന്നു. അതാ 200 ജനിച്ച് 253 ഒഫാത്തായി. മിൻ കിബാരിൽ അയിമ്മത്തിൽ മുതക്കല്ലിമീന ഫി ഉലൂമിൽ ഇഖ്ലാസ് വറിയാദത്തിൻ നഫ്സ്. നഫ്സിന്റെ റിയാദ, ഇഖ്ലാസിന്റെ ഉലൂമിൽ സംസാരിക്കുന്ന അയിമ്മത്തുകളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ മഹാൻ സഹൽ. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ആൾക്കെല്ലാം സഹലെന്ന് ഞാൻ പേരിടില്ല. ഖാല ദഹബി ലഹു കലിമാത്തുൻ നാഫിയത്തുൻ വമവാഇദു ഹസന. വളരെ ഉപകാരപ്രദമായ കലിമാത്തുകളും നല്ല വാദുകളും മൂപ്പർക്കുണ്ട്. വഖദമുർ റാസിഖുൻ ഫി തരീഖിൽ ഉറച്ച കാലുമാണ് സഹൽ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു കാലം. പല വിഷയത്തിലുണ്ട്. ഒരു പറയുന്നത് മാ ഉസിയല്ലാഹു ബിമഅസിയത്തിൻ അഅ്ലമ മിനൽ ജഹൽ. ജഹലിനേക്കാണ് കടുപ്പം കൂടിയ ഒരു മഅസിയത്തും അല്ലാഹു ചെയ്യാനില്ല, അള്ളാഹിനോട് ചെയ്യാൻ. വക്കീല യാ അബാ മുഹമ്മദ്, അപ്പം ചോദിച്ചു വക്കീല ഹൽ തഅരിഫു ഷൈഅൻ അശദ്ദ മിനൽ ജഹൽ. ജഹലിനേക്കാണ് കടുപ്പമുള്ള എന്തെങ്കിലും അറിയോ? ജഹല് കൊണ്ടല്ലേ ഏറ്റവും വലിയ മഅസിയത്ത് ഉണ്ടായിന്ന് പറഞ്ഞു. ജഹലിനേക്കാണ് കടുപ്പം കൂടി എന്തെങ്കിലും അറിയോ? കാല നഅം, എനിക്കറിയാം. അൽ ജഹ്ലു ബിൽ, എനിക്ക് ജഹലുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. ഈ ജഹല് മുറക്കബ് മുമ്പ് 4 പറഞ്ഞില്ലേ? ലായതിരി വലായതിരി അന്നഹു ലായതിരി. അപ്പൊ ഓന്റെ വിചാരം ഞാൻ ആലിമ അല്ലാമയാണ്. ഇനി മുസന്നിഫ് കൊൽത്തു എന്തിനാ പറയുന്നത്? ഇത് ബാക്കി പറയുമ്പോൾ എന്താകും? സഹൽ റളിയല്ലാഹു അൻഹു കലാമാന്ന് തോന്നിപ്പോകും. വഹുവ കമാ ഖാല അൽ ഇമാം അൽ ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ തന്നെയാണ് മൂപ്പറും പറഞ്ഞത്. ഇത് ലിഅന്നൽ ജഹല ബിൽ ജഹലി യസുദ്ദു ബിൽ കുല്ലി തിമാമ തഅല്ലുമി. ജഹല് കൊണ്ടുള്ള ജഹൽ എന്താക്കുന്നറിയോ? അവൻ അങ്ങോട്ടൊന്നും പഠിക്കൂല. കാരണം എല്ലാം തേഞ്ഞാളി പിന്നെ പഠിക്കാൻ പോണ, എല്ലാം അറിയാല്ല. അപ്പൊ വമൻ ബിനഫ്സി അന്നഹു ആലിമുൻ, ഞാൻ തന്നെ വലിയ ആലിമാണ് എന്നൊരാൾ സ്വന്തം നഫ്സിനെ പറ്റി വിചാരിച്ച ഫക്കൈഫിയാത്തല്ലമ്മ പിന്നെ എവിടെ പഠിക്കാൻ പോക്ക്? എനിക്കറിയാലോ. വകദാലിക, ഇതുപോലെ അഫ്ളലു മാ അല്ലാഹു ബിഹിൽ ഇൽമു, എന്തുകൊണ്ടെല്ലാം അല്ലാഹു തആലാക്ക് വെളിപ്പെട്ടിട്ടുണ്ടോ അതിലേറ്റവും അഫ്ളൽ ഇൽമു കൊണ്ട് വെളിപ്പെടലാണ്. എന്നിട്ട് നേരം അക്സ് വറഅസുൽ ഇൽമി, ഇൽമിന്റെ റസന്ത അൽ ഇൽമു ബിൽ ഇൽമി, ഇൽമു കൊണ്ട് ഇൽമാണ്. അല്ലാഹു തആല എനിക്ക് നല്ല ഇൽമു തന്നിട്ടുണ്ട്, അതുകൊണ്ട് അള്ളാഹ്ക്ക് ശുക്ർ വേണം, ഇൽമു കൊണ്ട് അതിന്റെ ഉത്തരവാദിത്തം നിർവഹിക്കണം എന്ന് മനസ്സിലാക്കലാണല്ലോ. കമാ അന്ന റഅസൽ ജഹലി അൽ ജഹ്ലു ബിൽ ജഹലി ഇൻതഹ. ഇപ്പം പറഞ്ഞില്ലേ? അതിനൊരു ലത്തീഫത്തും പറഞ്ഞ ആ ഭാഗം തന്നെ തീരും ഇൻഷാ അല്ലാഹ്. ഇങ്ങോട്ട് നമ്മുടെ ജീവിതം തന്നെ അതാണ്. ലത്തീഫത്തുൻ ഖാലൽ ഖലീൽ ബിൻ അഹ്മദ് റളിയല്ലാഹു അൻഹു. ഇത് മിസ്ബാഹുൽ മോദിയോർമുണ്ട. ഖലീലിനെ പറ്റി മിസ്ബാഹുൽ മോദി ഓർമ്മില്ല, നിങ്ങൾ മറന്നാലോ? മൂപ്പർ ഉസ്താദിനെ ചോദിച്ചിട്ട് പരിക്കേക്ക് വന്നു. ഉസ്താദ് പറഞ്ഞു കക്കൂസിന്റെ ടാങ്ക് ബ്ലോക്കായി പോയിട്ട് ഒരു പണിക്കാരനെ കൂട്ടാൻ പോയിട്ടുണ്ട്, കുറച്ച് കഴിഞ്ഞാൽ വരും ഇവിടെ ഇരിക്കുന്നു. എവിടെ ബ്ലോക്ക് എന്ന് വെച്ചിട്ട് മൂപ്പർ എന്താക്കി? കുപ്പായം മാറ്റി മരം മുണ്ട് കൊടുത്തിട്ട് കേക്കോട്ട് എടുത്തിട്ട് കക്കൂസിന്റെ ടാങ്ക് തുറന്ന് എല്ലാം ബ്ലോക്കെല്ലാം ക്ലിയറാക്കി വൃത്തിയാക്കി വെച്ചു. വരുമ്പോൾ പഠിക്കാൻ്റെ പണിയില്ല. ഇതാരാക്കിയത്? അത് ഖലീലാക്കിയാണ്. ഉസ്താദ് വിളിച്ചെത്തി നല്ലൊരു ദ്വാരമായിരുന്നു. അതോടുകൂടി മൂപ്പർ അങ്ങോട്ട് കയറിയില്ല സ്ഥാനം. ഉസ്താദ് ഇത് ഹിദ്മത്താണ്. ഇപ്പം പഠിപ്പിച്ചാളെ പറയും നിങ്ങൾ പഠിപ്പിച്ച എൽമെല്ലാം കോളാമ്പി തുപ്പി വെച്ചിട്ട് എടുത്തുപോയിരുന്നു. അപ്പം ഇപ്പോഴത്തെ എൽമ ഖലീല പറയുന്നതാ. അൽ ഇമാമുൽ അല്ലാമത്തു അബൂ അബ്ദുറഹ്മാൻ അൽ ഖലീൽ ഇബ്നു അഹ്മദ് അൽ ഫറാഹിദ് 100 ജനിച്ച് 170 വഫാത്ത്.
അപ്പോഴത്തെ ഷാഫി ഇമാമിനെ മുമ്പായി മിൻ കിബാരി അയിമ്മത്തിൽ ലുഗത്തി വൽ അദബ് വാദി ഇൽമിൽ അറൂദ് പദ്യം ഉണ്ടല്ലോ അതിൻ്റെ ഇൽമിൻ്റെ രചയിതാവാണ്. ഉസ്താദ് സീബവൈഹി ഇമാമിൻ്റെ ഉസ്താദ് സീബവൈഹി നഹ്വിൽ അറിയപ്പെട്ട ആളല്ലേ. മുൻകഴിഞ്ഞിട്ടില്ലാത്ത പല അത്ഭുതങ്ങളും അവർ സൃഷ്ടിച്ചിട്ടുണ്ട്. വഅല്ലഫ ഇദ്ദത മുഅല്ലഫാതി മിന്നാ കിതാബുഹു ശഹീർ അൽ ഐൻ റഹ്മഹുല്ലാഹ്. വളരെ പ്രസിദ്ധമായ കിതാബാണ് ഇത്, അൽ ഐൻ. ഇതായിരിക്കട്ടെ, അർദിജാലു അർബഅത്തുൻ, ജനങ്ങൾ 4 തരക്കാരുണ്ട്. ആരാന്ന്? റജുലുൻ യദ്രി വയദ്രി അന്നഹു യദ്രി. അതാണ് നേരത്തെ പറഞ്ഞില്ല, അൽ ഇൽം ആലിം ഇൽമു ബിൽ ഇൽമി, അവൻ അറിയാം, അറിയുമെന്നും അറിയാം. ഫദാലിക ആലിമുൻ ഫത്തബിഊഹു, അയാൾ നല്ല ആലിമാണ്, അയാൾ വിബറ്റാണ്. വറജുലുൻ യദ്രി വലാ യദ്രി അന്നഹു ലാ യദ്രി, ഒരാൾക്ക് വിവരമുണ്ട്, പക്ഷേ വിവരമുണ്ടെന്ന് അയാൾക്ക് ഇപ്പം അറിയില്ല. ഫദാലിക ഗാഫിലുൻ, അയാൾ ഗഫലത്തിൻ്റെ ആളാണ്. ഫായിക്കുലൂഹു, അയാളെ വിളിച്ച് ഉണർത്താം, ഉറങ്ങുന്ന ആളായിക്കോട്ട്. 3 വറജുലുൻ ലാ യദ്രി വയദ്രി അന്നഹു ലാ യദ്രി, അറിവില്ല എന്നുള്ള ബോധവും അദ്ദേഹത്തിനുണ്ട്. ഫദാലിക മുസ്തർശിദുൻ ഫർശിദുഹു, അയാൾക്ക് ഹിദായത്ത് പറഞ്ഞു കൊടുത്താൽ നേരെയാവും, അയാൾ മുതഅല്ലിമ്. വറജുലുൻ ലാ യദ്രി വലാ യദ്രി അന്നഹു ലാ യദ്രി, അതേതാണ് പണ്ട് ജഹൽ മുറക്കബ്. ഫദാലിക ജാഹിലുൻ ഫർഫുദുഹു, അവൻ ജാഹിലാണ്, അവനെ കൂട്ടുകൂട്ടാൻ പറ്റില്ല. ഇത് ഹയ്യയിലുണ്ട്. മസ്അലത്തുൻ ദക്കറ ഫീ ഇഖ്ലിൽ ജവാഖിത്തിൽ ജൗഹരിയ എന്ന കിതാബ്, ഒരു നല്ല പഴയ കിതാബാണ് ഇവിടെ ഉണ്ടത്. അനിസ് ശൈഖ് ഫളൽ ഇബ്നു അബ്ദുല്ലാഹി തരീമി റളിയല്ലാഹു അൻഹു തൊട്ടാണ് നക്കലി. ആരാണ് ഫളൽ ഇബ്നു അബ്ദുല്ലാഹി? അശ്ശൈഖ് ഫളൽ ഇബ്നു അബ്ദുല്ലാഹി ബാ ഫളൽ തരീമി അൽ മുതവഫ ബി മദീനത്തി ഷഹർ സനത 805 വഫാത്താണ്. അത് ദബാ ശൈഖ് ഫളൽ ഇമാമുൻ മിൻ കിബാറിൽ ആരിഫീൻ ലഹു മനാഖിബുൻ ജലീലത്തുൻ വകറാമാത്തുൻ മുതവാത്തിറ. ഇത് നാട് തരിമിലി. അന്നഹു കാല, മൂപ്പർ പറയുന്നു, സഅൽതു ശൈഖ മുഹമ്മദ് ബിൻ അബീബക്കർ ബാ അബ്ബാദിനോട് ഞാൻ ചോദിച്ചു. ഇവിടെ നമുക്ക് 3 ആളുണ്ട്. ഒന്ന് ഇഖ്ബിൽ ജബാഖിന്റെ മുസന്നിഫ്, അവർ നഖ്ല് ചെയ്തത് ഫളൽ ഇബ്നു അബ്ദുല്ല, അതാണ് ഇപ്പം പറഞ്ഞത്. അവർ ആരോട് ചോദിച്ച്? മുഹമ്മദ് ബിൻ അബീബക്കർ, അതാണ് അശ്ശൈഖ് മുഹമ്മദ് ബിൻ അബീബക്കർ ബാ അബ്ബാദ് അത്ത് മുതവഫ ബി ശിബാം സനത 801 കൊല്ലത്തിൽ വഫാത്താണ്. അതൊക്കെ തരീമിന്റെ ഭാഗത്താണ്. മിൻ അയിമ്മത്തിൽ മുഹഖഖീൻ അൽ അകാബിർ വഅൻഹു അഖദ ശൈഖ് അബ്ദുറഹ്മാൻ അസ്സഖാഫ്, മൂപ്പറ വക്കുന്ന ഓദീനി വഫാത്ത് 819. മിൻ മുസന്നഫാത്തിഹി അൽ മിൻഹാജുൽ ഖബീം ഫി മനാഖിബ് ശൈഖ് അബ്ദുല്ലാഹിൽ ഖദീം എന്ന മൂപ്പറ കിതാബാണ് മഖ്തൂത. അതാരാണ് ഈ മനാഖിബ്? ബിഹി ജദ്ദ, ഉറപ്പാപ്പയാണ്, ഉറപ്പാര മനാഖിബാണ്. അബ്ദുല്ലാഹി ഇബ്നു മുഹമ്മദ് ബാ അബ്ബാദ്, മൂപ്പർ 687 വഫാത്തായ ആളാണ്. അപ്പോൾ 200 കൊല്ലം കഴിഞ്ഞിട്ടാണ് മനാഖിബ് എഴുതുന്നത്. ഇതായിരിക്കട്ടെ, ചോദിച്ചു, ഹലിൽ ഇൽമു ഔസഉ മിനൽ ജഹ്ലി അബിൽ ജഹ്ലു ഔസഉ മിനൽ ഇൽമി, ഇൽമാണോ ജഹലിനാക്കാണ് വിശാലത, അല്ല ജഹിലാണോ ഇൽമിനാക്കാണ് വിശാലത? ഏതിനാ വിശാലത കൂടുതൽ? ഹലിൽ ഇൽമു ഔസഉ, ഇൽമാണോ വിശാലത മിനൽ ജഹ്ലി അബിൽ ജഹ്ലു ഔസഉ മിനൽ ഇൽമി. ഫഖാല റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഏതാണ് ആള്? മുഹമ്മദ് ബിൻ അബീബക്കറെ. അമ്മാ അലൽ മുതഹല്ലി ഫൽ ഇൽമു ഔസഉ മിനൽ ജഹ്ൽ, സൂക്ഷ്മമായി ജീവിക്കണം, ഇൽമനുസരിച്ച് എന്താ ഉള്ളത് അതുപോലെ സൂക്ഷ്മമായിട്ട് ഇങ്ങനെ നോക്കി 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 ജീവിക്കണം എന്നത് ജഹലിനാക്കാണ് ഇൽമ ഔസഅ്. വഅമ്മ അലൽ മുതജദ്ദി, എന്തിനും ചങ്കൂറ്റം കാട്ടുന്ന ആളുണ്ടല്ലോ, എന്തും ആവട്ടെ, ഫൽ ജഹ്ലു ഔസഅു മിനൽ ഇൽമി, ഇൽമിനാക്കാണോ എനിക്ക് ജഹല വിശാലത, കാരണം എനിക്ക് തോന്നിയ നല്ല പെർമിഷൻ കിട്ടിയില്ലേ. തംബീഹുൻ കാല ശൈഖുൽ ഇമാമു അബ്ദുല്ലാഹി ബിൻ അലബിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു, രണ്ടാമതൊരു കിതാബാണ് ഇസാറത്തുൽ മുആവന, 12 കിതാബിൻ്റെ ഒരു സെറ്റാണത്. മുദാക്കറ പറഞ്ഞു, ഇത് മുആവന. വഅലം അന്ന മൻ അബദല്ലാഹ ബിഗൈരി ഇൽമിൻ, ഇൽമു കൂടാതെ കണ്ട് അല്ലാഹു തആലക്ക് ഒരാൾ ഇബാദത്തെടുത്തു,
അവന്റെ ഇബാദത്തിന്റെ കാരണത്താൽ അവനുണ്ടായ ലററ് അക്സറാണ് ഇബാദത്ത് കൊണ്ട് കിട്ടുന്ന നഫ്ഇനാക്കാണ് ലററായിരിക്കും കൂടുതലുണ്ടാവുക. പിന്നണ അതുകൊണ്ട് വക്കം അതിന് തെളിവ് വക്കം മിൻ ആബിദിൻ അത് അത്അബ നഫ്സഹു ഫിൽ ഇബാദ, ഇബാദത്തിൽ എന്താക്കിയോ അവരെ നഫ്സിനെ തളർത്തിയ ആബിദീങ്ങളുണ്ട് അല്ലേ. വഹുവ മഅ ദാലിക മുസിറുൻ അലാ മഅസിയത്തില്ലാ, അല്ലാഹുവിന്റെ മഅസിയത്തിന്റെ മേലെ എപ്പോഴും നിലനിൽക്കുന്നവനാണ്. എന്തുകൊണ്ട് ഇവന്റെ വിചാരത്തിൽ കാണുന്നത് അന്നഹ ഈ മഅസിയത്ത് ത്വാഅത്ത്, ഇവൻ ചെയ്യുന്നത് മഅസിയത്താണ്, ഇവനിക്ക് അതിനോട് താഴ്ത്താന്ന് വിചാരിച്ചിട്ടാ ചെയ്യുന്നു. ആ അന്നഹ ഗൈറു മഅസിയ അല്ല മഅസിയത്തല്ല. സമയക്കാലം കഴിഞ്ഞ പാട് തസ്മീകരിക്കുന്ന ആൾ തസ്മീസ്കാരത്തിൻ്റെ പോലീസ് കിട്ടെ എന്താ ഇത് പറഞ്ഞട്ടെ ഒന്നും മിണ്ടാത്ത ബഷീർ സാദ് പറഞ്ഞാൽ തസ്മീസ്കാരം മുത്തലക്കായ സുന്നത്താണ് അല്ലേ. സമയസ്കാരത്തിന് ശേഷം സബബ് മുന്തിരില്ലാത്ത മുത്തലക്കായ സുന്നത്തിക്കാരൻ സമയക്കാരത്തിന് ശേഷം പറ്റുമോ? അവർ വലിയ താഴത്തായിക്കൊണ്ടാണ് ഒന്ന് തസ്മീൻ ചൊല്ലിട്ട് ഇങ്ങനെ നിശ്ചയിക്കുന്നത്. അതന്നെ ഉദാഹരണം തന്നെ. വഖദ് ഹക്ക ശൈഖുൽ ആരിഫ് ബില്ലാഹി മുഹമ്മദ് ബിൻ അറബി റളിയല്ലാഹു അൻഹു ഹിക്കായത്ത് ചെയ്യുകയാണ്. ആരാണ്? അൽ വലിയുൽ കബീർ അൽ ഇമാമുൽ മുഹഖിഖ് മുഹയ്യിദ്ദീൻ മുഹമ്മദ് ബിൻ അലി ഇബ്ൻ അൽ അറബി അൽ ഹാത്തിമി തായി അൽ അൻദലുസി. നമ്മുടെ മശഹൂറായ ഇബ്ൻ അറബി റളിയല്ലാഹു അൻഹു ഒരു കൂട്ടർ മൂപ്പറ കാഫറാക്കുന്നുണ്ട്. കാഫറാക്കാൻ ഒരുങ്ങാത്ത ആളെ കാഫറാക്കുന്നുണ്ട്. അബ്ദുല്ലാഹിൽ ജാഫി റളിയല്ലാഹു അൻഹു മൂപ്പറാണ് ന്യായീകരിച്ച ആളാണ്. അതുകൊണ്ട് അബ്ദുല്ലാഹിൽ ജാഫി തങ്ങൾ കാഫറാണ്. ഇത് പണ്ടേ ഉണ്ട് പൈസ ഒക്കെ ഇടും. 560 ജനിച്ച് 638 വഫാത്ത്. വലിദ ബി മുർസിയത്തിൻ ബിൽ അൻദുലുസ്, നാട്ടിൻ്റെ പേര് അൻദുലുസിൽ. വറഹല ഇല ഷാമി വബിലാദി റോമിലേക്ക് സഞ്ചരിച്ച് വൽ ഇറാഖി വൽ ഹിജാസി വഗൈരിഹ വസ്തഖറ ബി ദിമശ്കി മൂപ്പർ സ്ഥിരതാമസമാക്കി വബിഹ മാത റളിയല്ലാഹു അൻഹു ബരിഅ ഫീ സായിരിൽ ഉലൂം, സകല ഉലൂമുകളിലും നിളങ്ങി തിളങ്ങുന്ന ആളാണ്. വഉനിയ ബിൽ അസർ, ഹദീസ് കൊണ്ട് വളരെയധികം ശ്രദ്ധ വെപ്പിച്ച ആളാണ്. വബലഗൽ ഗായത ഫിൽ മആരിഫിൽ ഇലാഹിയ്യ, ഇലാഹിയായ മാരിഫത്തിൽ അങ്ങേയറ്റം മുങ്ങിത്തെളിഞ്ഞ ആളാണ്. ഹത്താ ലുഖിബ ബി സുൽത്താൻ അൽ ആരിഫി എന്ന ലഖബ് അവർക്കാണ്. വബി ശൈഖ് അൽ അക്ബർ എന്ന സ്ഥാനപ്പേരുണ്ട്. ലഹു നഹ്വൻ 400 കിതാബുകൾ രചിച്ചിട്ടുണ്ട്. മിൻ അഷ്ഹറ ഫുതുഹാത്തുൽ മക്കിയ്യ, അതിൽ പ്രസിദ്ധമായ കിതാബാണ്. എന്താ വേണ്ടി ഇതായിരിക്കട്ടെ. മൂപ്പർ പറഞ്ഞു ഇവിടെ ഫീ ബാബിൽ വസായ മിനൽ ഫുതുഹാത്ത്, ഫുതുഹാത്തുൽ മക്കിയൻ്റെ അവസാന ഭാഗത്ത് വസായ ഉണ്ട്. ഇതെല്ലാം വസായാണ്. നമ്മൾ പട്ടിക്കാട്ടെന്ന് കുറേ നോക്കലുണ്ടായിരുന്നു. വഖത്തുബിയ ബാബുൽ വസായ കിതാബായി തന്നെ അടിച്ചിട്ടുണ്ട്. ഈ മറ്റേ ഇതിൻ്റെ ഫുതുഹാത്തുൽ മക്കിയൻ്റെ ലാസ്റ്റ് ഉണ്ടായത് അത് സ്വന്തം കിതാബ് തന്നെ ഉണ്ട്. അപ്പോൾ ഫളന്നഹുൽ ബഅദു മുഅല്ലഫ മുസ്തഖില്ലൻ ലി ശൈഖിൽ അക്ബർ, സ്വന്തം കിതാബാന്ന് മനസ്സിലാക്കിയിട്ട് മറ്റേ കിതാബിൻ്റെ ഭാഗമാണ്. ഇതായിരിക്കട്ടെ. അൻ റജുലിൻ മിൻ അഹ്ലിൽ മഗ്രിബിൽപ്പെട്ട റജുലിനെ തൊട്ട് അന്നഹു കാന കസീറൽ ഇജ്തിഹാദി ഫിൽ ഇബാദ, ഇബാദത്തിൽ വളരെയധികം ഇജ്തിഹാദ് ചെയ്യുന്ന ഒരാളായിരുന്നു ആ വ്യക്തി. വഅന്നഹു ഇസ്തറ അതാൻ, അയാൾ ഉൻസൽ ഹിമാർ, ഒരു പങ്കെഴുതയെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. വലം യസ്തഅമിൽഹ, അതിനെന്താക്കിയത് ഉപയോഗിക്കാറില്ല. ഫീ ഷൈഇൻ ഫസഅലഹു ഇൻസാനുൻ അൻ സബബി, അതാ പിന്നെ പാക്കില്ലാണ്ട് അതിനോട് കിട്ടുന്നത്. അതും പറഞ്ഞാൽ അവൻ്റെ ഭാര്യയാണ്. പങ്കേതിനെ കെട്ടിയത് അയാൾ. അതാ പറയുന്ന ഫക്കാല മാംസിക ഇല്ലാ യുഹ്സിന ബിഹാ ഫർജീൻ ഫക്കാന ലാ യഅലമു തഹരീമ ഇത്യാനിൽ ബഹായി, ബഹൈമത്തിന് ഉപയോഗപ്പെടുത്തൽ ഹറാമാന്ന് ഇയാൾക്ക് പഠിച്ചിട്ടില്ല. വ്യക്തിവാദത്തെടുക്കൂ. ഫലമ്മ അറഫഹു ബിതഹരീമിഹി ബകാ ബുകാഅൻ ശദീദാ ഇൻതഹത്തിൽ ഹികായത്തു ബിമഅന. ബിനർബി തങ്ങൾ പറഞ്ഞത് അതുകൊണ്ട് ഫമൻ ലാ യതഅല്ലമുൽ ഇൽമ ലാ യതഅത്താ ലഹു ഇഹ്കാമുൽ ഇബാദത്തി വൽ ഖിയാമു ബിഹുഖൂഖിഹ, ഇൽമ ശരിക്ക് പണ്ടതുപോലെ ആക്കാത്ത ഒരാൾക്ക് ഇബാദത്തിന് ഇഹ്കാമാക്കാൻ, അതിനെ മട്ടം പോലെ ചെയ്യാനും അതിൻ്റെ ഹക്ക് പോലെ നിലനിൽക്കാനും സാധിക്കൂല.
വലൗ അന്ന റജുലൻ അബദല്ലാഹ സുബ്ഹാനഹു വതആല ഇബാദത മലായികത്തി സമാവാതി, ആകാശങ്ങളിൽ താമസിക്കുന്ന മലായികത്തിന്റെ ഇബാദത്ത് ആൾ ചെയ്ത് ബിഗൈരി ഇൽമി, ഇൽമില്ലാതെ, കാന അയാൾ ആരാണ്? മിനൽ ഖാസിരീൻ, അയാൾ ഖാസിരീങ്ങളിൽ പെട്ടിരിക്കുന്നു. ഫഅലൽ ഇൻസാനി അൻ യുസമ്മിറ ഫീ തലബിൽ ഇൽം, ഇൽമിനെ തേടുന്ന വിഷയത്തിൽ അധ്വാനിക്കൽ വളരെ അനിവാര്യമാണ്. വയജ്തനിബൽ കസ്ല വൽ മലൽ, മടിയും മലലൊക്കെ മാറ്റി വെച്ചോളാം. ഇല്ല, എന്താ കയ്യത്തോ ചീടാന്ന്, നേരില്ല, ബാക്കിയുള്ളതിന് നേരമുണ്ട്. നമ്മളിപ്പാക്ക് നേരം ഉണ്ടായിനല്ല, നമ്മളിപ്പോൾ പറഞ്ഞ ഓർമ്മയുണ്ട്. എനിക്കൊരു ഭാരമുള്ള കെട്ടാത്തതാണെന്ന് പറഞ്ഞത് കൊണ്ടേക്ക്, എനിക്ക് തോന്നുന്നില്ല. നിന്നാരുടെ വലക്കെന്നാക്കിനി ഉപ്പിൻ്റെ ചാക്ക് ചമ്മലിലിട്ടിട്ട് ചമ്മന്നുകൊണ്ട് ദൂര സ്ഥലത്തേക്ക് നടന്നിട്ട് ഞാൻ കൊണ്ട് കൊടുത്ത് ചുമട് വെച്ചിട്ടുണ്ട്. ഉപ്പ എപ്പാണ് ഉപ്പൻ ചാക്ക് കിട്ടിയത് എന്ന് ചോദിച്ചു. തിരിച്ചു ചോദിച്ചു. പുരക്ക് കുടുംബം നോക്കണം, അതിനെന്തെങ്കിലും അധ്വാനിക്കണം. രാവിലെ സമീകരിച്ചിട്ട് എന്താക്കും? സമീസ്കാർക്ക് തങ്ങളെ പള്ളിയിലെത്തും. എന്നിട്ട് അബ്ബൻ നിസ്കരിച്ച് അല്പം ഖുർആനോടും, അത് മുട്ടയ്യമാണ്. ഇത്ര മിനിറ്റ് എന്ന് തന്നെ അത് അപ്പുറമില്ല ഇപ്പുറമില്ല. എന്നിട്ട് ആദ്യം തുടങ്ങുന്ന സഭയ്ക്കിൽ പങ്കെടുക്കും. ഇത് കണപ്പാടാക്കി ഒരു 7 മണിയാകുമ്പോഴേക്ക് പുരക്ക് ഒരു ചായയും കുടിച്ചിട്ട് കെട്ടെടുക്കാൻ പോകും കാറിൽ. അങ്ങനെ കുറച്ച് സമയം പണിയെടുത്തതിന് ശേഷം ഇടക്കിടയ്ക്ക് ഒരു ഹോട്ടലിൽ വന്ന സമയം നോക്കുമ്പോൾ അയാൾ ഉടനെ ഇവിടെ തങ്ങളെ പള്ളിയിലേക്ക് പോയി ദുഹാ നിൽക്കിച്ച് അപ്പം നടക്കുന്ന സഭത്തിൽ കൂടും. ഇതിന് പുരക്ക് വെച്ച് കത്തിടക്കിച്ച് കൊണ്ട് പണിക്ക് പോയി. ദുഹറാമ്പക്കിലെ അമ്പർ ജമാഅത്തിൽ ചിലപ്പം തങ്ങളുടെ ഉള്ളിലെത്തും. അപ്പം നടക്കുന്ന സഭയിൽ കൂടും. സഭക്ക് 3 ഓതി കെട്ടിടത്തിലും കഴിഞ്ഞു. ഇങ്ങനെ പോയി വൈകുന്നേരം ആകുമ്പോൾ എന്താക്കും? പൂർവ്വം ആകുമ്പോൾ കുളിച്ച് കയറിയിട്ട് ഈ ഷാവലിൻ്റെ ഇടയിൽ പോയി 3 നോട്ടം നോക്കും. പിന്നെ അമ്പി ചോർമ്മ ശക്തിയൊന്നുമില്ല. കൊല്ലങ്ങളോളം കഴിഞ്ഞാലും മറവി തന്നെ നല്ല കൊടുത്തിട്ടില്ല. നേരത്തെ കാലത്ത് ഉറങ്ങും, ഒരു പരിപാടിക്കും പോകില്ല. നാളെ തന്നെയല്ലേ പണി. ഈ അടക്കാന്ന് ഓതിയിട്ടാണ് മദ്ഹബിൽ ഫത്വ കൊടുക്കുന്ന ആളായി മാറിയത്. അന്യ നാട്ടിൽ പോയിട്ടുമില്ല, മറ്റൊരാളെ ചോറ് വെച്ചിട്ടുമില്ല, നമ്മൾ ഓതാൻ അയച്ചിട്ടുമില്ല. ഓൻ കൊടുക്കുന്ന ചോറ് റീബൻ നഫ്സോട് കൂടിയാണോ എന്നറിയില്ല എന്ന് പറയും. ഇത്ര മുതാലിമിന് നീ കൊടുക്കണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നാണക്കേടിന് വേണ്ടി പറഞ്ഞേക്കാം കൊടുക്കാമെന്ന്. റീബൻ നഫ്സില്ലെങ്കിൽ വേണ്ട, ചോറ് ഹറാം. ഇവിടെ തന്നെ നേരം കിട്ടി. ഇല്ല, ഇപ്രകാരം ചെയ്യുന്നില്ലെങ്കിൽ ദലാലിന്റെ അപകടത്തിലാണ്. ഫഇന്നൽ ജഹല മിൻ അക്ബഹിൽ ഖിസാൽ. قال سيدنا الإمام علي بن محمد الحبشي رضي الله عنه പറയുന്നു, نفعنا الله تنكر وقتي عورة الحزن والهم وكيف وأهل الوقت قد أهملوا العلم عجبت لمن بالجهل يرضى وربه أطاع له من فيض إفضاله فهما. തനക്കുറു വക്കത്തി, എൻ്റെ വക്കത്തുകളെല്ലാം തരം മാറി വന്നിരിക്കുന്നു. പണ്ടത്തെ വക്കത്തല്ല, ഇപ്പം കാലങ്ങളൊക്കെ മാറി വന്നു. അതും ഔറത്തൽ ഹുസ്ന വൽ ഹമ്മ, എനിക്ക് വല്ലാത്ത ഹുസ്നിനെയും ഹമ്മിനെയും ഉണ്ടാക്കി തന്നിരിക്കുന്നു. ഇത് കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല, ഓടുന്നില്ല. വകൈഫ, എങ്ങനെ സഹിക്കും? വഅഹ്ലുൽ വഖത്തി, ഈ വക്കത്തിന്റെ അഹലുകാർ അത് അഹ്മലുൽ ഇൽമി, ഇൽമിനെ വേണ്ടെന്ന് വെച്ചാണെന്നല്ലോ, ഇൽമിലേക്കാരും പോകുന്നില്ല. ഇതാണ് മൂപ്പർ ദുഃഖിപ്പിച്ച സംഗതി. അജിബ്തു ലിമൻ ബിൽ ജഹ്ലി യർളാ, ജഹ്ല് കൊണ്ട് പൊരുത്തപ്പെടുന്ന ഒരു മനുഷ്യന്റെ കാര്യത്തിൽ ഞാൻ ഇതാ അത്ഭുതപ്പെടുകയാണ്. എന്തുകൊണ്ട്? വറബ്ബുഹു, അവന്റെ റബ്ബ് സുബ്ഹാനഹു വ തആല അതാഹ ലഹു, ഇവന് സമ്മാനിച്ചിട്ടുണ്ട്. മിൻ ഫളിഹി ഫളിഹി ഇഫ്ളാലിഹി, അവന്റെ അനുഗ്രഹത്തിന്റെ ഒടുക്കിൽ നിന്ന് ഫഹ്മ, നല്ല ബുദ്ധിയും ചിന്തയും അറിവും അള്ളാഹ് കൊടുത്തിട്ടുണ്ട്. അത് ഉപയോഗിക്കാതെ കണ്ട് ജഹ്ല് കൊണ്ട് പൊരുത്തപ്പെടുക. ഇതിനേക്കാണെങ്കിൽ അനുബന്ധം ഇവിടെ വേണ്ടത്. പഠിക്കാനും മനസ്സിലാക്കാനുള്ള ബുദ്ധിയാടുണ്ട്. ഊര നല്ല പാട്ടല്ലേ? അജിബ്തു ലിമൻ ബിൽ ജഹ്ലി യർളാ വറബ്ബുഹു അതാഹ ലഹു മിൻ ഫൈറി ഇഫ്ളാലിഹി ഫഹ്മാ. ഏതായാലും വഉലിമ മിമ്മാ തഖദ്ദമ, മൂപ്പർ വാക്കങ്ങ് തെളിയിച്ചില്ലേ? മുമ്പ് പറഞ്ഞതിൽ മനസ്സിലായി. അന്നൽ ജഹൽ അലാ ഖിസ്മൈനി, ജഹൽ 2 തരത്തിലുണ്ട്.
ഒന്ന് ബസീത്തുൻ, ഒന്ന് മറ്റേത് മുറക്കബ്. ജഹ്ല് ബസീത്ത്, ജഹ്ല് മുറക്കബ്. ഫൽ ബസീത്തുൻ ഹുവ അൻ യകൂനൽ മർഉ ജാഹിലൻ ലിശൈഇ, ഒരു ഷൈൻ്റെ ജാഹിലാണ്. വആലിമൻ അന്നഹു ജാഹിലുൻ ലഹു, എനിക്ക് അറിയില്ല എന്നുള്ള എനിക്കറിയാം, അപ്പോൾ പകുതി വിവരമുണ്ട്. വൽ മുറക്കബ് ഹുവ അൻ യകൂനൽ മർഉ ജാഹിലൻ ലിശൈഇ, ജാഹിലാവുകയും വയദ്ദഇ അന്നഹു ആരിഫൻ ബിഹി, ഞാൻ വലിയ അറിഞ്ഞ ആളാണ് എന്ന് ദഅവ ചെയ്യുകയും ചെയ്യും. തൊണ്ട കൊടുക്കലിട്ട് ആ ചട്ടി തൊപ്പിയിലിട്ട് നടക്കല് എല്ലാം ആയിരിക്കും. വലാഇബ ഫിൽ അവ്വൽ, ഒന്നാമത്തിന് കുറ്റം പറഞ്ഞുകൂടാ, കാരണം ജാഹിലത്തിൽ എല്ലാം ജനിക്കുന്നു. ബിഖിലാഫി സാനി, രണ്ടാമത്തത് മുമ്പ് പറഞ്ഞില്ല ഏറ്റവും വലിയ കടപ്പപ്പെട്ടെന്ന്. വൈസമ്മൽ ജഹ്ലുൽ മുറക്കബു, എന്താ ജഹ്ലുൽ മുറക്കബ് എന്ന് പേര് വന്നത്? അന്നഹു ജഹ്ലു ശൈഇ വ ജഹ്ലു അന്നഹു ജാഹിൽ, വിവരമില്ല എന്നുള്ള വിവരമില്ല. കാറ്റക്കാതിൽ ഫലാസിഫത്തിന് ഉദാഹരണം ഫലസഫക്കാർ വിശ്വസിച്ചിട്ടുണ്ട് കിതമൽ ആലം, ആലം കദീമാണ്. കണ്ടാ, അമ്പിയ മുർസലീങ്ങൾ സാധാരണക്കാരാന്ന് വിശ്വസിച്ച പോലെ തന്നെ. വഹഖീഖത്തുൽ ജഹ്ലി ഹുവ ഇന്തിഫാഉൽ ഇൽമി ബിൽ മഖ്സൂദ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഓരോരുത്തരുടെയും ഫീൽഡിൽ മഖ്സൂദായ കാര്യം എന്താണോ അതുകൊണ്ട് ഇൽമില്ലാഞ്ഞാൽ എന്താകും? ജഹ്ലാകും. ഐമാ ശഅനുഹു അൻ യുഖ്സദ ലിയുലമ ബിഅൻ ലം യുദ്രിക അസ്ലൻ, ഒന്നിക്കൽ അത് അറിഞ്ഞിട്ടേ ഇല്ല, അല്ലെങ്കിലോ ഇല്ലതിന് ഹഖീഖത്തിന് എതിരായി മനസ്സിലാക്കി വെച്ച്. വഖറജ ബിഹി അദമുൽ ഇൽമി ബിമാ തഹതൽ അർളീന സുഫ്ല, ഏഴാം ബോംബിന്റെ അടിത്തട്ടിൽ എന്തുണ്ട് എന്ന് ചോദിച്ചു ഉത്തരം കിട്ടിയില്ല, എന്നാൽ ജഹൽ എന്ന് പറയൂല. ഒബിമാ ഫൗക സമാവാത്തിൽ ഉല മസലൻ, ഏഴാം ആകാശത്തിന്റെ മേലെ അതിന്റെ അപ്പുറം എന്തുണ്ടെന്ന് ചോദിച്ചാൽ ലാദിരി എന്ന് പറഞ്ഞു, എന്നാൽ എന്തില്ല, ഒരു ജഹലുമില്ല. ഫലായിസമ്മ ജഹലൻ. വക്കീല, ഒരു കീലുണ്ട്, അൽ ജഹ്ലു ഇദ്റാകുൽ മാലൂമി അലാ ഖിലാഫി ഹൈഅതിഹി ഫിൽ വാഖി, യഥാർത്ഥത്തിലുള്ളതിന് വിരുദ്ധമായി മനസ്സിലാക്കിയതാണ് ജഹൽ എന്ന് പറയും. ജഹൽ മുറക്കബ്, അതിനെ അൽ ജഹൽ എന്ന് പറയുള്ളൂ. വ അലൈഹി ഫൽ ബസീത്ത് ലൈസ ബിജഹ്ലിൻ, അപ്പം ബസീത്ത് എന്തല്ല, ജഹലായിട്ടില്ല. ആടെ നിൽക്കട്ടെ, കൂടിപ്പോയി പെട്ടേക്ക്.